പ്രീതികര സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ലോക ചരിത്രത്തിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിച്ചത് അമേരിക്ക എന്ന വൻകര, പ്രത്യേകിച്ച് വടക്കേ അമേരിക്ക എന്ന വൻകര ആദ്യമായി കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ലോകം തിരിച്ചറിയുന്നത് ആരിലൂടെയാണ്? ക്രിസ്റ്റഫർ കൊളംബസിലൂടെ. അദ്ദേഹം അത് ഇന്ത്യയാണെന്നാണ് ധരിച്ചിരുന്നത്. നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസ് എത്തിച്ചേർന്നത് നമ്മുടെ വടക്കേ അമേരിക്കയുടെ തീരപ്രദേശമായ കരീബിയൻ ദ്വീപുകളിലെ ബഹാമസ് ദ്വീപിലാണ്. തുടർന്ന് അതിനുശേഷം അവിടെ എത്തിച്ചേർന്ന അമേരിക്കോ വെസ്പൂച്ചിയാണ് നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസ് കണ്ടെത്തിയത് ഇന്ത്യ അല്ല, അഥവാ ഏഷ്യയുടെ കിഴക്കൻ ഭൂപ്രദേശമല്ല, മറിച്ച് പുതിയൊരു ഭൂഖണ്ഡമാണെന്ന് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കോ വെസ്പൂച്ചിയുടെ സ്മരണ നിലനിർത്തുവാൻ ആ വടക്കേ അമേരിക്കയ്ക്ക് അമേരിക്ക എന്ന പേര് നൽകുകയും ചെയ്തു. തുടർന്ന് യൂറോപ്പിലെ മതനവീകരണത്തിന്റെയും അതോടൊപ്പം ഉണ്ടായ രാഷ്ട്രീയ സാമൂഹിക പരിവർത്തനങ്ങളുമാണ് യൂറോപ്പിൽ നിന്ന് മറ്റ് വൻകരകളിലേക്ക് കുടിയേറ്റം ആരംഭിക്കാനുള്ള കാരണം. അങ്ങനെ യൂറോപ്പില് മതവർഗീയത തുടക്കം കുറിച്ചത് സ്റ്റുവർട്ട് രാജവംശത്തിലെ ജെയിംസ് ഒന്നാമന്റെ കാലഘട്ടത്താണ് നമ്മൾ പറഞ്ഞു. അക്കാലയളവിൽ പ്രത്യേകിച്ച് ബ്രിട്ടനിൽ നിന്ന് ഒത്തിരി പേര് വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറി. ആദ്യമായി കുടിയേറിയത് 1620 മേഫ്ലവർ എന്ന കപ്പലിലായിരുന്നു. ആ മേഫ്ലവർ എന്ന കപ്പലിൽ എത്തിച്ചേർന്നവരാണ് വടക്കേ അമേരിക്കയില് ആദിമ നിവാസികളായ റെഡ് ഇന്ത്യൻസിനെ അടിച്ചോടിക്കുകയും അവിടെ സ്ഥിരതാമസം ഉറപ്പിക്കുകയും ചെയ്തു. അതിനു മുൻപും അതിനുശേഷവും റെഡ് ഇന്ത്യക്കാരിൽ നിന്ന് കച്ചവടത്തിന് വേണ്ടി സാധനങ്ങൾ വാങ്ങിച്ചു വരുന്ന ബ്രിട്ടീഷ് പ്രഭുക്കന്മാരായ കച്ചവടക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇവരത് നിർബാധം തുടരുകയാണ്. ബ്രിട്ടനിൽ നിന്ന് പലായനം ചെയ്ത അഭയാർത്ഥികളായ സാധാരണക്കാരായ ജനങ്ങളാണ് അമേരിക്കയിൽ സ്ഥിരതാമസം ആരംഭിച്ചത്, അഥവാ കോളനികൾ സ്ഥാപിച്ചത് അല്ലെ. അവരെ നമ്മൾ തീർത്ഥാടക പിതാക്കന്മാരെന്ന് വിളിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ബ്രിട്ടീഷ് കച്ചവടക്കാര് ഈ ബ്രിട്ടനിൽ നിന്ന് തന്നെ അമേരിക്കയിലേക്ക് കുടിയേറി കോളനികൾ സ്ഥാപിച്ചവരെ നിയന്ത്രിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒട്ടനവധി നിയമങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പാസാക്കി. അത്തരം നിയമങ്ങളെ നമ്മൾ പൊതുവായി എന്തെന്ന് വിളിച്ചു? മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്ന് വിളിച്ചു. അത് നമ്മൾ പഠിക്കുകയും ചെയ്തു. വിവിധ കാലഘട്ടങ്ങളിൽ അമേരിക്കയിലെ കോളനി നിവാസികൾ അഥവാ തീർത്ഥാടക പിതാക്കന്മാരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ പാസാക്കിയ നിയമങ്ങളെ പൊതുവായി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ടും മെർക്കന്റലിസ്റ്റ് നിയമങ്ങളിൽ അമേരിക്കൻ ജനത വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യാനുള്ള, പ്രത്യക്ഷത്തിൽ അവർ പ്രതിഷേധിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് 1773 തേയില നിയമമായിരുന്നു, ടീ ആക്ട് ആയിരുന്നു. അതേ തുടർന്നാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന ഒരു പ്രതിഷേധ സമരം നടക്കുക അല്ലെ. ബോസ്റ്റൺ കടപ്പുറത്ത് എത്തിച്ചേർന്ന ഇംഗ്ലീഷ് കപ്പലിലെ തേയിലപ്പെട്ടികൾ എന്ത് ചെയ്യുന്നു? കടലിലേക്ക് വലിച്ചെറിയുന്നു. അതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? നമ്മുടെ ജോൺ ആഡംസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹമാണ് അമേരിക്കൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവായി കണക്കാക്കുന്നത് അല്ലെ. തുടർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധമറിയിക്കുവാൻ, തങ്ങളെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ പല കാര്യങ്ങളും തങ്ങളുമായി ആലോചിക്കുന്നത് ബ്രിട്ടീഷുകാർ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് വിളിച്ചു ചേർക്കുന്നു. ആ ഫിലാഡൽഫിയ കോൺഗ്രസിന്റെ തീരുമാനമനുസരിച്ച് ഒരു നിവേദനം ആർക്ക് സമർപ്പിക്കുന്നു? ജോർജ് മൂന്നാമൻ രാജാവിന് സമർപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ ഈ ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസിന്റെ തീരുമാനമനുസരിച്ച് ജനങ്ങൾ ഒരു നിവേദനം തയ്യാറാക്കി ബ്രിട്ടീഷ് രാജാവായ ജോർജ് മൂന്നാമൻ അയച്ചെങ്കിലും ജോർജ് മൂന്നാമൻ അത് ചെവിക്കൊണ്ടോ? ഇല്ല. നിവേദനത്തിൽ അമേരിക്കൻ ജനത അഥവാ തീർത്ഥാടക പിതാക്കന്മാർ പറഞ്ഞ ഒരൊറ്റ കാര്യം പോലും എന്ത് ചെയ്തില്ല? അംഗീകരിച്ചില്ല. വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിക്കുകയാണ്. ബോസ്റ്റൺ ടീ പാർട്ടികൾ പ്രതിഷേധിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ആ അമേരിക്കൻ ജനതയെ വീണ്ടും അടിമത്തത്തിന് കീഴിലാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടൻ പാസാക്കിയ നിയമമായിരുന്നു എന്താ? ദി ഇൻടോളറബിൾ ആക്ട് 1774. ആ ഇൻടോളറബിൾ ആക്ട് 1774-നെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയായിരുന്നു പ്രധാനമായും ഫിലാഡൽഫിയയിൽ സമ്മേളനം വിളിച്ചു ചേർത്തത്. ഈ സാധാരണക്കാരായ ജനങ്ങളാണ് 13 കോളനിയിലുള്ളവർ. അവർക്ക് സൈനിക ശക്തിയില്ല, ആയുധശേഖരമില്ല. അതുകൊണ്ടാണ് സമാധാനപരമായി ഒത്തുതീർപ്പിന് വേണ്ടി അവർ നിവേദനം സമർപ്പിച്ചത്. പക്ഷെ എന്തെങ്കിലും പ്രതിഫലം ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. ഇനി നമ്മൾ പഠിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിനെ കുറിച്ചാണ്, അഥവാ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിനെ കുറിച്ചാണ്. പഠിക്കാമോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് സമ്മേളിക്കുകയും ബ്രിട്ടീഷ് രാജാവിനോട് ഒരു നിവേദനം സമർപ്പിച്ച് ചില ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അത് ചെവിക്കൊണ്ടോ? ഇല്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്
രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ് വിളിച്ചു ചേർക്കുക? രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ് വിളിച്ചു ചേർത്തത് 1775 മെയ് മാസം 10-ാം തീയതി. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ്സിൽ 13 കോളനിയിലെയും പ്രതിനിധികൾ എത്തിച്ചേർന്നു കേട്ടോ. ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ്സിൽ ആര് വന്നില്ല? ജോർജിയ എന്ന കോളനിയിലെ പ്രതിനിധികൾ വന്നില്ല, മറ്റുള്ളവർ വന്നു. ഇവിടെ രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ്സിൽ എല്ലാ കോളനികളിലെ പ്രതിനിധികളും ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് വീണ്ടും ആവർത്തിക്കുന്നു, ഈ അമേരിക്കയിലെ തീർത്ഥാടക പിതാക്കന്മാർ എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്ന് കുടിയേറിയ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രഭുക്കന്മാരെയോ രാജകുടുംബാംഗങ്ങളെയോ എതിർക്കുവാൻ ധൈര്യമില്ല. അങ്ങനെ ചിലര് എന്ത് ചെയ്തു? എതിർക്കാൻ അടിച്ചമർത്തല് അങ്ങേയറ്റം സഹിച്ചു. നമ്മൾ പറയില്ലേ, നെല്ലിപ്പലക കാണുക. അങ്ങനെ നെല്ലിപ്പലക കണ്ടപ്പോ മറ്റു ചിലർ എന്ത് ചെയ്തു? അവരെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം അവസാനിപ്പിക്കണം എന്ന ഉറച്ച തീരുമാനത്തോടെയും കൂടിയാണ് ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നത്. അപ്പൊ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട 2 വിഭാഗം ജനങ്ങൾ എത്തിച്ചേർന്നു നമുക്ക് കണക്കാക്കാം. ഒന്ന്, നമുക്ക് വീണ്ടും ബ്രിട്ടീഷുകാരോട് ഒരു നിവേദനം കൊടുക്കാം. ബ്രിട്ടീഷുകാര് അത് അംഗീകരിക്കുകയാണെങ്കിലോ, ഒരു തവണ നിവേദനം കൊടുത്തു എന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? അത് തടയണ്ട, വീണ്ടും നമുക്ക് നിവേദനം കൊടുക്കാം. രണ്ടാമത്തെ വിഭാഗം പറഞ്ഞു, വേണ്ട, ഇനി നമ്മൾ എത്ര നിവേദനം കൊടുത്താലും അവരെന്ത് ചെയ്യില്ല? ചെവിക്കൊള്ളില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? തക്കതായ പ്രതിഷേധ സമരം സംഘടിപ്പിക്കണം. തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കണം എന്ന് ആഹ്വാനം ചെയ്തു. അങ്ങനെ 2 വിഭാഗം ജനങ്ങളുണ്ട്. നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പരിശോധിച്ചു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള 2 വിഭാഗമുണ്ടെന്ന് മനസ്സിലാക്കാം അല്ലേ? നമ്മളവരെ മിതവാദികളും തീവ്രവാദികളും വിളിച്ചു. ബ്രിട്ടീഷ് അനുഭാവികളായ മിതവാദികൾ നിവേദനങ്ങളിലൂടെ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാമെന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നു. തീവ്രവാദികളാകട്ടെ പ്രത്യക്ഷ സമരമാണ് സ്വാതന്ത്ര്യത്തിന് ആവശ്യം, ബ്രിട്ടീഷുകാരെ പ്രത്യക്ഷ സമരത്തിലൂടെ നേരിടാമെന്ന് വിശ്വസിച്ചിരുന്നവർ. അതുപോലെ 2 വിഭാഗം എവിടെ ഉണ്ടായി? നമ്മുടെ രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ ഉണ്ടായി. ഓക്കെ, ഈ രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചിന്തകനായ തോമസ് പെയിൻ ഒരു ലഘുരേഖ അവതരിപ്പിച്ചു. ഓക്കെ, ഈ ലഘുരേഖയുടെ ടൈറ്റിൽ എന്തായിരുന്നു? കോമൺ സെൻസ് എന്നായിരുന്നു. കോമൺ സെൻസ് ആ വാക്കിൽ തന്നെ ഉണ്ട്. ജനങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്യാണ്, നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇംഗ്ലണ്ടിന്റെ ആധിപത്യത്തിൽ കഴിയുന്ന ഇപ്പോഴത്തെ ജീവിതം നിങ്ങൾക്ക് നല്ലതാണ്. ദാരിദ്ര്യത്തിലും പട്ടിണിയിലും തങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു വിളവിന് പോലും അർഹമായ വേതനം അഥവാ പ്രതിഫലം ലഭിക്കുന്നില്ല. നിത്യോപയോഗ സാധനങ്ങൾക്ക് അധിക നികുതിയാണ്. നമ്മളുടെ ഒരു അഭിപ്രായവും പരിഗണിക്കുന്നില്ല നമുക്ക് വേണ്ടിയുള്ള നിയമം നിർമ്മിക്കുമ്പോൾ. ഇംഗ്ലണ്ടിൽ നിന്ന് വേർതിരിക്കുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർണമായ പ്രവൃത്തി എന്ന് ആര് പറഞ്ഞു? തോമസ് പെയിൻ പറഞ്ഞു. ഈ ലഘുരേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രമേയം എന്ന് പറയാം, റെസൊല്യൂഷൻ. ഓക്കെ, അപ്പോ രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ ലഘുരേഖ അഥവാ ഒരു പ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു? തോമസ് പെയിൻ ആയിരുന്നു. ആ റെസൊല്യൂഷന്റെ പ്രമേയത്തിന്റെ പേരെന്തായിരുന്നു? കോമൺ സെൻസ്. അതിന്റെ പ്രധാന ഉള്ളടക്കം എന്താ? ഇംഗ്ലണ്ടിൽ നിന്ന് വേർതിരിക്കുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർണമായ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിന്റെ പരമാധികാരത്തിൽ നിന്ന് എന്ത് നേടണം? സ്വാതന്ത്ര്യം നേടണം. അതിനുവേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ ഈ തീവ്രവാദപരമായ ചിന്താഗതിയുള്ള തോമസ് പെയിന്റെ നിർദ്ദേശം ആ സമ്മേളനത്തിൽ പങ്കെടുത്ത കുറേയധികം പേര് അംഗീകരിച്ചു. കുറേയധികം പേര് എന്ത് ചെയ്തു? അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു. കാരണം അവർക്ക് പേടിയാണ്, ജീവനിൽ ഭയമുണ്ട്. ബ്രിട്ടീഷ് അതിശക്തമായി അവരുടെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തിയാലോ? കാരണം ബ്രിട്ടീഷ് സൈന്യം ആൾറെഡി നമ്മുടെ അമേരിക്കയിലെ തീർത്ഥാടക പിതാക്കന്മാർ സ്ഥാപിച്ച കോളനിയിൽ വാസമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 2 ചിന്തകളുണ്ടായി. അതിൽ ആദ്യത്തെ ചിന്തയിലേക്ക് നമുക്ക് പോകാം. ബ്രിട്ടീഷുകാരെ അതിശക്തമായി എതിർക്കണം എന്ന് ആവശ്യപ്പെട്ടവരുടെ തീരുമാനം ആദ്യം അവിടെ അംഗീകരിക്കപ്പെടുകയാണ്. സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടത്തി. അതായത് തങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നീങ്ങുകയാണ്. ആ വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. ചെറിയൊരു വാക്ക് മാറിക്കഴിഞ്ഞാൽ ആൻസർ മാറിപ്പോകും. സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനമാണ് രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ നടത്തപ്പെട്ടത്. അവിടെ നിങ്ങൾ ലാഘവത്തോടെ ആ സെന്റൻസിൽ സമരം എന്നൊരു വാക്ക് ഒഴിവാക്കിയാൽ ആൻസർ തെറ്റും. സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് 3-ാം ഫിലാഡൽഫിയ കോൺഗ്രസിലാണ്. എന്നാൽ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടത്തിയത് 2-ാം ഫിലാഡൽഫിയ കോൺഗ്രസിലും. മനസ്സിലായോ? അപ്പൊ 2-ാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ തോമസ് പെയിനിന്റെ
ആ പ്രമേയം അവതരണത്തിലൂടെ ഒരു വിഭാഗം പ്രതിനിധികൾ എന്ത് പറഞ്ഞു? നമുക്ക് സ്വാതന്ത്ര്യ സമരം ആരംഭിക്കാം. സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടത്തി. എന്നിട്ട് പറഞ്ഞു, സ്വാതന്ത്ര്യ സമരത്തിലെ മുദ്രാവാക്യം അതായിരുന്നു, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. തങ്ങൾ നികുതി അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കുന്ന നിയമം തങ്ങൾ കൂടെ അറിയണം. നമുക്ക് വേണ്ടി നിയമം പാസാക്കുമ്പോൾ ആരറിഞ്ഞിരിക്കണം അത്? നമ്മളിവിടെ അറിയണ്ടേ? ഇനി നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ആയിരിക്കണം? ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗങ്ങളായിരിക്കണം. അതായത് ജനപ്രതിനിധികൾ എന്ത് ചെയ്യണം? നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളായിരിക്കണം. എങ്കിലല്ലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എങ്കിലല്ലേ നമ്മുടെ അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്താൻ പറ്റത്തുള്ളൂ. തങ്ങൾക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ അത് അറിയിക്കാൻ പറ്റത്തുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ തങ്ങൾക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തുന്ന ബ്രിട്ടീഷ് പാർലമെന്റിൽ തങ്ങളുടെ പ്രതിനിധികൾ അംഗങ്ങളല്ലെങ്കിൽ ആ പാർലമെന്റ് പാസാക്കുന്ന നിയമത്തിന്മേൽ നികുതി നൽകാൻ ഞങ്ങൾ തയ്യാറല്ല. ഇതായിരുന്നു സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനത്തെ തുടർന്ന് ഉപയോഗിച്ച മുദ്രാവാക്യം. ഈ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ജെയിംസ് ഓട്ടിസ് ആയിരുന്നു. ആരാണ്? ജെയിംസ് ഓട്ടിസ്. സെറ്റാണേ. അപ്പൊ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പഠിച്ചു വെക്കുക. രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിലാണ്. ഈ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ജെയിംസ് ഓട്ടിസ് ആണ്. ആ മുദ്രാവാക്യത്തെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വിശദീകരിക്കാം. ഭരണത്തിൽ ജനങ്ങൾക്ക് പങ്കാളിത്തം വേണം. എവിടുത്തെ ജനങ്ങൾക്ക്? ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്ക് ആൾറെഡി ഉണ്ട്. തീർത്ഥാടക പിതാക്കന്മാർ ജീവിക്കുന്ന അമേരിക്കയിലെ കോളനി നിവാസികൾക്ക് പങ്കാളിത്തം വേണം. അങ്ങനെ പങ്കാളിത്തമില്ലാതെ ഈ കോളനികളിലെ തീർത്ഥാടക പിതാക്കന്മാരുടെ പ്രതിനിധികളുടെ പ്രാതിനിധ്യമില്ലാതെ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ തങ്ങൾക്ക് ബാധകമായി തങ്ങളിനി അംഗീകരിക്കില്ല. ജനങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത ഭരണം ജനവിരുദ്ധമാണ്. ഓക്കെ അല്ലേ? സെറ്റാണേ. അപ്പോ രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ് വളരെ പ്രാധാന്യമുണ്ട്. രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ രണ്ട് തരം ആശയങ്ങൾ ഉയർന്നു വന്നു. ബ്രിട്ടീഷുകാരെ എതിർക്കണം എന്നൊരു കാഴ്ചപ്പാടുണ്ടായി. അതോടൊപ്പം ബ്രിട്ടീഷുകാർക്ക് ഒരിക്കൽ കൂടി ഒരു നിവേദനം സമർപ്പിക്കാം. തങ്ങൾ വിപ്ലവം അല്ലെങ്കിൽ കലാപമൊന്നും ആഗ്രഹിക്കാത്തവരാണ്. രണ്ടാമത്തെ വിഭാഗം അവർ പറയാണ്, ബ്രിട്ടീഷുകാർ നമുക്ക് ഒന്നുകൂടെ ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെ ആദ്യ വിഭാഗത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായി നീങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ കുറച്ചുപേര് ചോദിച്ചു, അങ്ങനെ നമ്മൾ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങിയാൽ ബ്രിട്ടീഷുകാര് അതിനെ ശക്തമായി അടിച്ചമർത്തിയാലോ? കാരണം ബ്രിട്ടീഷുകാരുടെ സൈന്യം എവിടെയുണ്ട്? കോളനിയിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, നമുക്ക് വേണ്ടി ഒരു സൈന്യത്തെ രൂപീകരിക്കാം. അങ്ങനെ കോളനിയിലെ തീർത്ഥാടക പിതാക്കന്മാര് ഒരു സൈന്യത്തെ രൂപീകരിച്ചു. അത് ഏതെങ്കിലും ഒരു കോളനിക്ക് വേണ്ടിയാണോ? അല്ല, 13 കോളനിക്കും വേണ്ടി. അതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിച്ചു? കോണ്ടിനെന്റൽ സേന, വൻകര സേന എന്ന് വിളിച്ചു. കോണ്ടിനെന്റൽ സേന രൂപീകരിച്ചു. അതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ജോർജ് വാഷിംഗ്ടൺ ആയിരുന്നു. ഇനി രണ്ടാമത്തെ വിഭാഗം ജനങ്ങളുണ്ടേ, അവരെന്താ പറയണേ? നമുക്ക് ഒന്നുകൂടെ നിവേദനം കൊടുത്തു നോക്കിയാന്ന് പറഞ്ഞല്ലേ? യെസ്. ആ രണ്ടാമത്തെ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ ഒരു നിവേദനം തയ്യാറാക്കി. ജോർജ് മൂന്നാമന് തങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിവേദനം നൽകാൻ തീരുമാനിച്ചു. സമാധാനത്തിന്റെ പ്രതീകമാണ് ഒലിവുചില്ലകൾ. നമുക്കറിയാം അല്ലെ? ഒരുപാട് സ്ഥലത്ത് നമ്മൾ കാണാറുണ്ട് ഒലിവുചില്ലകൾ സമാധാനത്തിന്റെ പ്രതീകമാണ്. തങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എന്ന് ബ്രിട്ടീഷ് രാജാവായ ജോർജ് മൂന്നാമനെ അറിയിക്കുവാൻ പ്രസ്തുത നിവേദനത്തിന് എന്ത് പേര് നൽകി? ഒലിവ് ബ്രാഞ്ച് നിവേദനം എന്ന പേര് നൽകി. ആ നിവേദനം എഴുതി തയ്യാറാക്കിയത് പക്ഷേ ഒരു വിപ്ലവകാരിയായിരുന്നു. സമാധാനം ആഗ്രഹിക്കുന്നവരാണ് നിവേദനം കൊടുക്കാന്ന് പറഞ്ഞത്. പക്ഷെ ആ ഒരു നിവേദനം എഴുതി തയ്യാറാക്കിയവരാണ് ഒരു വിപ്ലവകാരിയാണ്. ഒരു തീവ്ര ദേശീയവാദിയായ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ജോൺ ഡിക്കിൻസൺ. ജോൺ ഡിക്കിൻസൺ എന്ത് പറഞ്ഞു? ആ നിവേദനത്തിൽ ഇങ്ങനെ പറഞ്ഞു, പ്രാതിനിധ്യമില്ലാതെ ഞങ്ങൾ നികുതി തരത്തില്ല. ഇനി തങ്ങളെ വീണ്ടും അടിച്ചമർത്തുവാനോ ഈ നിവേദനത്തിൽ മറുപടി തരാൻ താങ്കൾ തയ്യാറായില്ലെങ്കിലോ ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങും. ഒരു മുന്നറിയിപ്പ് കൂടെ ആ നിവേദനത്തിൽ കൂട്ടിച്ചേർത്തു. ഓക്കെ. അപ്പോ രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിന്റെ തീരുമാനമനുസരിച്ച് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നൊരു കാര്യം നിവേദനത്തിൽ ഉൾപ്പെടുത്തുകയും കൂടാതെ ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നീങ്ങും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ജോൺ ഡിക്കിൻസനെ എന്തെന്ന് വിളിക്കാറുണ്ട്? വിപ്ലവത്തിന്റെ തൂലിക എന്ന് വിളിക്കാറുണ്ട്. പെൻ മാൻ ഓഫ് ദ റെവല്യൂഷൻ. പെൻ മാൻ ഓഫ് ദ റെവല്യൂഷൻ. തൂലിക. ഓക്കെ. നമ്മൾ പെൻ നെയിം എന്ന് പറയുമ്പോൾ തൂലികയല്ലേ? തൂലികാനാമം.
അപ്പോൾ പെൻ മാൻ ഓഫ് ദ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജോൺ ഡിക്കിൻസ്. എന്തുകൊണ്ട്? ജോൺ ഡിക്കിൻസ് ആണ് ഒലിവ് ബ്രാഞ്ച് നിവേദനം തയ്യാറാക്കുക. ആ ഒലിവ് ബ്രാഞ്ച് നിവേദനത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ തങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നീങ്ങും എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെയാണെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്നാണ് ആരംഭിച്ചത്? രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ എന്ന് പറയണം. ശരിയല്ലേ? അതായത് 1775 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിലാണ് അമേരിക്കയിൽ എന്ത് ചെയ്യുന്നത്? സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടത്തുക. അപ്പോ രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ് ഒന്ന് റിവിഷൻ ചെയ്തുറപ്പിക്കാം നമുക്ക്. സെറ്റാണേ? നോക്കിയേ, രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ് വിളിച്ചു ചേർത്തത് 1775 മെയ് 10. ഇത് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു. ഈ രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ ഒരു പ്രമേയം അഥവാ ലഘുരേഖ അവതരിപ്പിച്ചത് തോമസ് പെയിൻ ആയിരുന്നു. ആ ലഘുരേഖ അറിയപ്പെട്ട പേര് കോമൺ സെൻസ് എന്നും. ഇംഗ്ലണ്ടിൽ നിന്ന് വേർതിരിക്കുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർണമായ പ്രവൃത്തി അല്ലെങ്കിൽ ഉചിതമായ പ്രവൃത്തി എന്നായിരുന്നു ആ പ്രമേയത്തിന്റെ ഉള്ളടക്കം. സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടത്തി. ആ സെന്റൻസ് പൂർണ്ണമായി തന്നെ പറയണം പ്രിയ വിദ്യാർത്ഥികളെ. സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടത്തി. സ്വാതന്ത്ര്യ സമരത്തിലെ മുദ്രാവാക്യമായി സ്വീകരിച്ചത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യം രൂപജ്ഞാതാവ് ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. ഭരണത്തിൽ ജനങ്ങൾക്ക് പങ്കാളിത്തം വേണം. ജനങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാതെ ഭരണം ജനവിരുദ്ധമാണ്. കോണ്ടിനെന്റൽ സേന രൂപീകരിച്ചു. ആ കോണ്ടിനെന്റൽ സേനയ്ക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ജോർജ് വാഷിംഗ്ടൺ ആയിരുന്നു. ജോർജ് മൂന്നാമന് ഒലിവ് ബ്രാഞ്ച് നിവേദനം സമർപ്പിച്ചു. ഒലിവ് ബ്രാഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്, ഇത് അംഗീകരിച്ചില്ലെങ്കിൽ മാത്രം തങ്ങൾ സമരത്തിലേക്ക് നീങ്ങും എന്നതായിരുന്നു. ആ ഒലിവ് ബ്രാഞ്ച് നിവേദനം തയ്യാറാക്കിയത് ജോൺ ഡിക്കിൻസ് ആണ്. അതിൽ നിവേദനത്തിൽ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? വിപ്ലവം ആരംഭിക്കും എന്നൊരു ഒരു കാര്യം കൂടെ നിവേദനത്തിൽ കൂട്ടിച്ചേർത്തിരുന്നു. അതുകൊണ്ട് തന്നെ വിപ്ലവം ആരംഭിച്ചത് 1775 ആ വിപ്ലവം ബ്രിട്ടനെ അറിയിച്ചത് ഒലിവ് ബ്രാഞ്ച് നിവേദനത്തിലൂടെ ജോൺ ഡിക്കിൻസ് ആണ് എന്ന കാരണം കൊണ്ട് നമ്മൾ ജോൺ ഡിക്കിൻസിനെ എന്തെന്ന് വിളിക്കും? പെൻ മാൻ ഓഫ് ദ റെവല്യൂഷൻ, വിപ്ലവത്തിന്റെ തൂലിക എന്ന് വിശേഷിപ്പിക്കും. സെറ്റാണേ? പക്ഷേ ജോർജ് മൂന്നാമൻ അനങ്ങിയോ? ബ്രിട്ടൻ അനങ്ങിയോ? ഇല്ല, അവർ മൈൻഡേ ചെയ്തില്ല. പകരം എന്ത് ചെയ്തു? ബ്രിട്ടനിൽ നിന്ന് കൂടുതൽ സൈന്യത്തെ അമേരിക്കയിലേക്ക് അയക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് വിളിച്ചുകൂട്ടി. 13 കോളനികളിലെയും തീർത്ഥാടക പിതാക്കന്മാരുടെ പ്രതിനിധികൾ പങ്കെടുത്തു. 1776 ജൂലൈ 4 ആ മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ പ്രഖ്യാപിച്ചു. തങ്ങൾ രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ തീരുമാനിച്ച കാര്യമാണ്, ഇനി ആ നിവേദനത്തിൽ പ്രാതിനിധ്യത്തിന് വേണ്ടി നിവേദനം സമർപ്പിക്കുന്നു. ആ നിവേദനം അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുമെന്ന്. ഇവിടെ നമ്മുടെ തീർത്ഥാടക പിതാക്കന്മാർ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഇനി തങ്ങൾ ആരുടെ കീഴിലല്ല? ഇംഗ്ലണ്ടിന്റെ കീഴിലല്ല, ഞങ്ങൾ സ്വതന്ത്ര രാജ്യമാണ് എന്നവര് സ്വയം പ്രഖ്യാപിച്ചു. ഇനിമേൽ ബ്രിട്ടൻ തങ്ങൾക്ക് വേണ്ടി പാസാക്കിയ നിയമങ്ങൾ അംഗീകരിക്കില്ല. ബ്രിട്ടന്റെ നിയന്ത്രണങ്ങൾ അംഗീകരിക്കില്ല. ബ്രിട്ടൻ കോളനികളിൽ താമസിപ്പിക്കുന്ന സൈനികരെ സംരക്ഷിക്കില്ല, അവരെ ഇവിടെ നിന്ന് പുറത്താക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ പറയാണ്. അപ്പൊ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ 1776 ജൂലൈ 4 തങ്ങൾ ആരുടെയും ആധിപത്യത്തിന് കീഴിലല്ല, തങ്ങൾ ഇന്നേ ദിവസം തൊട്ട് സ്വതന്ത്ര രാജ്യമാണ്. അല്ലെ? അതുകൊണ്ട് തന്നെ ജൂലൈ 4 അമേരിക്കയുടെ ദേശീയ ദിനം അഥവാ അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ടാണ് കണക്കാക്കുക. അമേരിക്കയുടെ ദേശീയ ദിനം അഥവാ അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനമെന്നും. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് 2 വ്യക്തിത്വങ്ങൾ ചേർന്നായിരുന്നു. ഒന്ന് തോമസ് ജെഫേഴ്സണും 2 ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. ആരൊക്കെ? 1 തോമസ് ജെഫേഴ്സണും 2 ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട 2 ചിന്തകൾ കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാം. എല്ലാ മനുഷ്യരും തുല്യരാണ്. എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട്. എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നതും എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ടെന്നും രേഖപ്പെടുത്തിയിരിക്കുന്ന രേഖ ഏത്, അല്ലെങ്കിൽ ചാർട്ടർ ഏത്, അല്ലെങ്കിൽ നിയമാവലി ഏത്, അല്ലെങ്കിൽ പ്രഖ്യാപനം ഏത് എന്ന് PSC ചോദിക്കാറുണ്ട്. ഏതാണ്? അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അപ്പൊ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, അമേരിക്ക സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടത്തിയതെന്ന് 1775 രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ, അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയതെന്ന്
മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ ഡേറ്റ് കൃത്യമായി പഠിച്ചു വെക്കണം. 1776 ജൂലൈ 4. അതുകൊണ്ട് അമേരിക്കയുടെ ദേശീയ ദിനമായി കണക്കാക്കുന്നത് ജൂലൈ 4 തീയതിയാണ്. സെറ്റാണേ. ഓക്കെ. അങ്ങനെ 3 ഫിലാഡൽഫിയ കോൺഗ്രസ് അല്ലെങ്കിൽ 3 കോണ്ടിനെന്റൽ കോൺഗ്രസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൽ അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതെന്ന രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിലാണ് അല്ലെ. അതുകൊണ്ട് അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ഏത് വർഷമെന്ന് കൃത്യമായി മനസ്സിലുണ്ടാവണം. 1775 ആണെന്നുണ്ടാവണം. ഓക്കെ. അമേരിക്ക സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്, തങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പ്രഖ്യാപിച്ചത്, സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് 1776. പക്ഷെ ബ്രിട്ടൻ കൈകെട്ടി നോക്കി നിൽക്കോ? ഇല്ല. വീണ്ടും കൂടുതൽ സൈന്യത്തെ അയച്ചു. അപ്പൊ എന്ത് ചെയ്യും? തീർത്ഥാടക പിതാക്കന്മാരുടെ കീഴിലുള്ള സൈന്യം പോരാടില്ലേ? തീർച്ചയായിട്ടും പോരാടും. നമ്മളിനി അടുത്ത് പഠിക്കുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ കാര്യങ്ങളാണ്. 1781 കോളനി നിവാസികളും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധത്തിൽ അന്തിമ വിജയം ആര് കരസ്ഥമാക്കി? കോളനി നിവാസികൾ വിജയിച്ചു. ഈ കോളനി നിവാസികൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അല്ലെങ്കിൽ രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ കോളനി നിവാസികൾ രൂപീകരിച്ച സൈന്യത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ജോർജ് വാഷിംഗ്ടൺ ആയിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് അത് മനസ്സിലുണ്ട്. അപ്പൊ ജോർജ് വാഷിംഗ്ടൺ ആണ് എന്ത് ചെയ്യുക? 1781 വിജയിക്കുക. ജോർജ് വാഷിംഗ്ടൺ വിജയിക്കുകയാണ് അല്ലെ. ആരാ പരാജയപ്പെടുന്നേ? ആരാണ് പരാജയപ്പെടുക? ബ്രിട്ടീഷ് സൈന്യാധിപനായ കോൺവാലിസ് പ്രഭു. അമേരിക്കയിലെ കോളനികളിൽ ജോർജ് വാഷിംഗ്ടനോട് പരാജയപ്പെട്ടതിന് ശേഷമാണ് കോൺവാലിസ് പ്രഭു എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബംഗാൾ പ്രവിശ്യയിലെ ഗവർണർ ജനറലായി 1786 ഇന്ത്യയിലേക്ക് വരിക. ഇന്ത്യയില് ഗവർണർ ജനറൽ സ്ഥാനം വഹിച്ച വ്യക്തിയാണ് ആര്? നമ്മുടെ കോൺവാലിസ് പ്രഭു എന്ന് പറയുന്നത്. ഏത് വർഷം മുതൽ ഏത് വർഷം വരെ? 1786 മുതൽ 93 വരെയും പിന്നെ 1805 ഇവിടെ വെച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ വെച്ച് മരണമടഞ്ഞ ആദ്യ ഗവർണർ ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോൺവാലിസ് പ്രഭുവിനെ പറയാം. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ആര് തന്നെ? കോൺവാലിസ് പ്രഭു തന്നെയാണ്. നിങ്ങൾ ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോൾ, ബ്രിട്ടീഷ് ഭരണ സംവിധാനം പഠിക്കുമ്പോൾ അവിടെ കോൺവാലിസ് പ്രഭുവിനെ കുറിച്ച് കൃത്യമായി നിങ്ങൾ പഠിച്ചിരിക്കും. ഓക്കെ. അപ്പോ 1781 കോളനി നിവാസികൾ ജോർജ് വാഷിംഗ്ടണിന്റെ നേതൃത്വത്തിൽ ആരെ പരാജയപ്പെടുത്തി? ബ്രിട്ടീഷ് സൈന്യാധിപനായ കോൺവാലിസിനെ പരാജയപ്പെടുത്തുകയും അന്തിമ വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. എങ്കിലും ബ്രിട്ടൻ സ്വാതന്ത്ര്യം നൽകാൻ തയ്യാറായോ? തയ്യാറായില്ല. സാധാരണക്കാരായ ജനങ്ങളാണ് അമേരിക്കയിലെ 13 കോളനികളിലെ തീർത്ഥാടക പിതാക്കന്മാർ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ബ്രിട്ടീഷുകാര് പൂർണ്ണമായും കറൻസി അച്ചടിക്കാനുള്ള അധികാരം ഏറ്റെടുത്തപ്പോൾ, കറൻസി ആക്ടിലൂടെ കറൻസി അച്ചടിക്കാനുള്ള അധികാരം ഏറ്റെടുത്തപ്പോൾ സാമ്പത്തിക വികേന്ദ്രീകരണവും എന്ത് ചെയ്തു? 13 കോളനികളിലും ഇല്ലാതായി. പിന്നെ എങ്ങനെയാണ് ഈ ജോർജ് വാഷിംഗ്ടണിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം, അമേരിക്കൻ സൈന്യം ഇംഗ്ലണ്ടിലെ സൈന്യത്തെ പരാജയപ്പെടുത്തുക, കോൺവാലിസിന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തുക? ജോർജ് വാഷിംഗ്ടണിന്റെ സൈന്യത്തിന് എവിടെ നിന്ന് ആയുധ സഹായം ലഭിച്ചു? എവിടെ നിന്ന് സാമ്പത്തിക സഹായം ലഭിച്ചു? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? തീർച്ചയായിട്ടും മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടാവും അല്ലെ. പ്രധാനമായും 3 രാജ്യങ്ങളാണ് ആരെ സഹായിക്കുക? ഫ്രാൻസ്, പിന്നെ അറിയാമോ ആരൊക്കെയെന്ന്? ഫ്രാൻസ് ഉണ്ട്, സ്പെയിൻ ഉണ്ട്, നെതർലൻഡ് ഉണ്ട്. ഫ്രാൻസ് ഉണ്ട്, സ്പെയിൻ ഉണ്ട്, നെതർലൻഡ് ഉണ്ട്. ഈ 3 രാജ്യങ്ങളുമാണ് ബ്രിട്ടനെതിരെ ആരെ സഹായിക്കുക? യെസ്, അമേരിക്കയിലെ കോളനി നിവാസികളെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ശത്രുക്കളാണോ? കോളനിവൽക്കരണത്തിന്റെ ഭാഗമായി ഇവര് ശത്രുക്കൾ തന്നെയാണെന്നേ. അയൽ രാജ്യങ്ങളാണ്. പക്ഷെ പിൽക്കാലത്ത് 1-ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലും 2-ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലും ഇവര് സുഹൃത്തുക്കളുമാണ്. ഓക്കെ. ഇക്കാലയളവില് എന്തുകൊണ്ടാണ് ഇവര് അത്രയധികം ശത്രുക്കളായി മാറിയത്? പ്രത്യേകിച്ച് അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലഘട്ടം ഒന്ന് ചിന്തിച്ചാൽ മതി. 1775 അമേരിക്ക സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുക. ആ സമയത്ത് എന്തുകൊണ്ട് ഇവര് ശത്രുക്കളായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്ത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ കോളനിവൽക്കരണത്തിന് വേണ്ടി മത്സരമുണ്ടായിരുന്നു അല്ലെ. കോളനിവൽക്കരണത്തിന് വേണ്ടി മത്സരമുണ്ടായിരുന്നു. ശരിയാണേ. ആ കാലയളവില് 1760 വാണ്ടി യുദ്ധത്തിൽ തമിഴ്നാട്ടിലെ വന്തവാസി എന്ന സ്ഥലത്താണ് വാണ്ടി വാഷ് എന്ന യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരോട് ആര് പരാജയപ്പെട്ടു? ഫ്രാൻസ് പരാജയപ്പെട്ടു.
അങ്ങനെ ഫ്രാൻസ് പരാജയപ്പെടുകയും ഇന്ത്യയിലെ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ ആർക്ക് വിട്ടു നൽകുകയും ചെയ്തു? ബ്രിട്ടന് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് വിട്ടു നൽകുകയും ചെയ്തു. വാണ്ടിവേശ് യുദ്ധമാണ് ഇന്ത്യയിൽ ഫ്രഞ്ച് ആധിപത്യത്തിന് അന്ത്യം കുറിച്ചത്. കൂടാതെ യൂറോപ്പിലെ പരസ്പര മത്സരം കാരണം എന്ത് സംഭവിച്ചു? 1756 മുതൽ 63 വരെ 7 വർഷക്കാലം നീണ്ടുനിന്ന യുദ്ധമായതുകൊണ്ട് സപ്തവത്സര യുദ്ധം എന്ന് നമ്മൾ അതിനെ വിളിക്കുക. സപ്തവത്സര യുദ്ധം നടന്നു. ഈ സപ്തവത്സര യുദ്ധത്തിൽ അന്തിമ വിജയം ആര് നേടി? ബ്രിട്ടൻ നേടി. അപ്പോ സ്വാഭാവികമായിട്ടും ബ്രിട്ടനോട് അത് കാരണം ആർക്ക് ദേഷ്യമുണ്ട്? ഫ്രാൻസിന് ദേഷ്യമുണ്ട്. ആ ബ്രിട്ടനെതിരെ അമേരിക്കൻ ജനത അവരുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നീക്കിയപ്പോ ശത്രുവിന്റെ ശത്രു മിത്രമാണ് എന്ന അർത്ഥത്തിലാണ് ഫ്രാൻസ് പ്രധാനമായും ആരെ സഹായിക്കുന്നത്? അമേരിക്കയിലെ തീർത്ഥാടക പിതാക്കന്മാരെ. അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട്, അമേരിക്കൻ സൈന്യത്തിന് വേണ്ടിയിട്ട് അമേരിക്കയിലെ കോളനി നിവാസികൾ ജോർജ് വാഷിംഗ്ടണിന്റെ നേതൃത്വത്തിൽ സൈന്യത്തെ രൂപീകരിച്ചപ്പോ ആ സൈന്യത്തിന് വേണ്ട ആയുധ സഹായവും സമ്പത്തും നൽകിയത് ആരായിരുന്നു? ഫ്രാൻസ് ആയിരുന്നു. ഫ്രാൻസിലെ ഭരണാധികാരിയായ ലൂയി 16 ആ സമയത്ത് ഫ്രാൻസിന് അത്രയധികം കാശുണ്ടോ സാറേ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരും. അവിടെ കാശൊന്നുമില്ല. സാധാരണക്കാരെ ജനങ്ങൾ നികുതി പിരിക്കുന്നു, ധൂർത്ത് കാണിക്കുന്നു. പിന്നെ ബ്രിട്ടന് മുമ്പിൽ പരാജയം ഏറ്റതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ കാശൊക്കെ എടുത്ത് ആർക്ക് കൊടുക്കുന്നു? അമേരിക്കയ്ക്ക് കൊടുക്കുന്നു. സാധാരണ ജനങ്ങൾ ഫ്രാൻസില് പട്ടിണിയിലും പരിവട്ടത്തിലോ. അതാണ് എന്തിനു കാരണമായി തീർന്നതും? ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായി തീർന്നതും. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഫ്രഞ്ച് വിപ്ലവം പഠിക്കും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഫ്രഞ്ചിലെ ഭരണാധികാരിയായ ലൂയി 16 ഫ്രാൻസിൽ ഉണ്ടായിരുന്ന നികുതി പിരിവ് മൊത്തം എടുത്ത് ആർക്ക് കൊടുത്തു? അമേരിക്കയ്ക്ക് കൊടുത്തു. അപ്പൊ ഫ്രാൻസിൽ പിന്നെ ഭരണം നടത്താൻ പോലും കാശില്ല. അങ്ങനെ എന്ത് ചെയ്തു? കൂടുതൽ നികുതി പിരിക്കാൻ വേണ്ടിയിട്ട് ജനറൽ അസംബ്ലി വിളിച്ചുകൂട്ടി. അതായത് പാർലമെന്റ് വിളിച്ചുകൂട്ടി. അത് അംഗീകരിച്ചില്ല? ജനങ്ങൾ അംഗീകരിച്ചില്ല. അതാണ് എന്തിന് കാരണമായി തീർന്നത്? ഫ്രഞ്ച് വിപ്ലവം എന്ന സംഭവ വികാസത്തിന് കാരണമായി തീർന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഫ്രഞ്ച് വിപ്ലവം പഠിക്കും. ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാന കാരണം അമേരിക്കൻ വിപ്ലവം തന്നെയാണെന്ന് പറയും. ഓക്കെ, തിരിച്ചു വരാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിഷയം ചെയ്യാം. 1781 കോളനി നിവാസികളും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധത്തിൽ അന്തിമ വിജയം ആര് നേടി? ജോർജ് വാഷിംഗ്ടന്റെ നേതൃത്വത്തിൽ ആര് നേടി? അമേരിക്കൻ കോളനി നിവാസികൾ അഥവാ തീർത്ഥാടക പിതാക്കന്മാർ. പരാജയപ്പെട്ടത് ബ്രിട്ടന്റെ സൈനിക മേധാവിയായ കോൺവാലിസ് പ്രഭു. ഈ യുദ്ധത്തിൽ അമേരിക്കയെ സഹായിച്ചത് അഥവാ തീർത്ഥാടക പിതാക്കന്മാരെ സഹായിച്ച പ്രധാനപ്പെട്ട 3 രാജ്യങ്ങളാണ് ഫ്രാൻസ്, സ്പെയിൻ, നെതർലൻഡ് എന്നിവ. ഓക്കെ. എങ്കിലും ബ്രിട്ടൻ എന്ത് ചെയ്തില്ല? സ്വാതന്ത്ര്യം കൊടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ ഫ്രാൻസിന്റെ ആവശ്യപ്രകാരം ഫ്രാൻസ് എന്ന രാജ്യത്തെ ഭരണാധികാരിയായ ലൂയി 16 ആവശ്യപ്രകാരം 1783 ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? 13 കോളനികൾക്കും സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നു. 13 കോളനികൾക്കും സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നു. ആ സെന്റൻസിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ആർക്കാണ് സ്വാതന്ത്ര്യം കൊടുക്കുക? 13 കോളനികൾക്കുമാണ് സ്വാതന്ത്ര്യം കൊടുക്കുക. അമേരിക്ക എന്ന രാജ്യത്തിനെന്നല്ല നമ്മൾ ഇവിടെ പറയുന്നത്. 13 കോളനികൾക്കും സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇംഗ്ലണ്ടിലെ സാധാരണക്കാരായ ജനങ്ങള് 1620 മേഫ്ലവർ എന്ന കപ്പലിലാണ് ആദ്യമായി വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ എത്തുകയും കോളനികൾ സ്ഥാപിക്കുകയും ചെയ്യുക. അതുവരെ അവിടെ ഉണ്ടായിരുന്ന ആദിമ നിവാസികൾ റെഡ് ഇന്ത്യൻസ് ആയിരുന്നു. അവര് ഇങ്ങോട്ട് എന്ത് ചെയ്തു? വടക്കേ അമേരിക്കയിലെ വടക്കൻ ഭാഗത്തേക്ക് ആട്ടി ഓടിക്കപ്പെട്ടു. അവരുടെ കന്നുകാലികളും സമ്പത്തുമാണ് ആര് സ്വന്തമാക്കിയത്? ഈ തീർത്ഥാടക പിതാക്കന്മാർ അഥവാ ബ്രിട്ടീഷ് ജനത കൈക്കലാക്കിയത്. എന്നിട്ട് ഈ കുടിയേറി പാർത്ത ബ്രിട്ടീഷ് ജനത റെഡ് ഇന്ത്യക്കാരുടെ മാതൃകയിൽ ഗോത്രങ്ങളായിട്ടാണ് ജീവിച്ചു പോകുന്നത്. ഗോത്രങ്ങളായിട്ട്. അതുകൊണ്ടാണ് അവിടെ 13 കോളനികൾ അഥവാ 13 ഗോത്രങ്ങളുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഈ 13 കോളനിയിലും ഗോത്രങ്ങളായതുകൊണ്ട് തന്നെ, ഓരോ പ്രത്യേക കുലങ്ങളായതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിരുന്നു? പ്രത്യേക ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ബ്രിട്ടനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 13 കോളനിയിലെയും ഭരണ സംവിധാനത്തിന് കീഴിലുള്ള ജനപ്രതിനിധികൾ എന്ത് ചെയ്യുന്നത്? കോണ്ടിനെന്റൽ കോൺഗ്രസിൽ അഥവാ ഫിലാഡൽഫിയ കോൺഗ്രസിൽ എത്തിച്ചേരുന്നത്. മനസ്സിലായോ? അപ്പൊ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് അമേരിക്കയ്ക്കല്ല, മറിച്ച് എന്തിനാണ്? 13 കോളനികൾക്കുമാണ്. ഇന്നും അമേരിക്കയുടെ പതാക നമ്മൾ കാണുമ്പോൾ ആദ്യം ലഭിച്ച 13 കോളനികളെ പ്രതിനിധാനം ചെയ്യുന്ന വരകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
ഈ 13 കോളനികളാണ് പിന്നീട് വിഭജിക്കപ്പെട്ട് ഇന്നത്തെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക 50 സ്റ്റേറ്റുകളായിട്ട് മാറിയിട്ടുള്ളത്. ഈ 13 കോളനികളാണ് പിന്നീട് വിഭജിക്കപ്പെട്ട് എന്തായിട്ട് മാറിയിട്ടുള്ളത്? 50 സ്റ്റേറ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. മനസ്സിലുണ്ടാവണം കേട്ടോ. അതുകൊണ്ട് അമേരിക്കയെ നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, സ്റ്റേറ്റുകളുടെ രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അല്ലെ? ആ സ്റ്റേറ്റിന് സ്വതന്ത്ര ഭരണമുണ്ട്. അതാണ് ഫെഡറൽ സംവിധാനം എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ ഫെഡറൽ സിസ്റ്റം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. കേന്ദ്ര തലത്തിലുള്ള ഒരു ഭരണ സംവിധാനമുണ്ട്. അതിന്റെ കീഴിൽ ഇന്ത്യയിൽ കുറേയധികം സ്റ്റേറ്റ് ഉണ്ട്, യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. അവിടെ എന്തുണ്ട്? പ്രാദേശികമായ ഭരണ സംവിധാനം, സംസ്ഥാന ഭരണമുണ്ട്, ഫെഡറൽ സിസ്റ്റം. ഓക്കെ. അപ്പൊ 1783 ബ്രിട്ടീഷുകാർ 13 കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിച്ചു. ആരുടെ ആവശ്യപ്രകാരമാണ്? ഫ്രാൻസിന്റെ. അതുകൊണ്ട് തന്നെ ആ ഉടമ്പടി ഒപ്പുവെച്ചത് എവിടെ വെച്ചായിരുന്നു? ഫ്രാൻസിലെ പാരീസ് നഗരത്തിൽ വെച്ചായിരുന്നു. അതുകൊണ്ട് ആ ഉടമ്പടി എന്ത് പേരിൽ അറിയപ്പെടുന്നു? പാരീസ് ഉടമ്പടി എന്നും അറിയപ്പെടുന്നു. സെറ്റാണേ, മറക്കില്ലാലോ. അങ്ങനെ 1775 ആരംഭിച്ച അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ വെച്ച് ആരംഭിച്ച അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പൂർണ്ണമായി അവസാനിക്കുന്നത് എന്നാണെന്ന് പറയേണ്ടി വരും? 1783 എന്ന് പറയേണ്ടി വരും. ശരിയല്ലേ? 1775 മുതൽ 1783 വരെ നടന്ന യുദ്ധകാലത്ത് അമേരിക്കയെ സഹായിച്ചത് പ്രധാനമായും 3 രാജ്യങ്ങൾ: ഫ്രാൻസ്, സ്പെയിൻ, നെതർലൻഡ് എന്നിവ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ച ഫ്രഞ്ച് ഭരണാധികാരിയാണ് ലൂയി 16. തുടർന്ന് അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികത്തിൽ അമേരിക്കയ്ക്ക് ഫ്രാൻസ് നൽകിയ സമ്മാനമായിരുന്നു സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന സ്റ്റാച്യു. അപ്പോൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ചത് ആരാണ്? ഫ്രാൻസ് ആണ്. ആർക്ക്? അമേരിക്കയ്ക്ക്. എന്നാണ് നൽകുന്നത്? 1886. അതായത് നമ്മുടെ അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികത്തിൽ ഫ്രാൻസ് അമേരിക്കയ്ക്ക് നൽകുന്ന ഒരു സമ്മാനമായിരുന്നു സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്. ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ശില്പി എന്ന് പറയുന്നത് ഗുസ്താവ് ഈഫൽ ആണ്. ആരാണ്? ഗുസ്താവ് ഈഫൽ. സെറ്റാണേ. അപ്പോ അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരം നമ്മൾ സമ്പൂർണ്ണമായിട്ട് പഠിച്ചു. ഇനി കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്, അഡീഷണലി കുറച്ച് കാര്യങ്ങൾ. അത് നമുക്ക് തുടർന്ന് പഠിക്കാം. ഇത്രയൊന്ന് റിവിഷൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട്. ഓക്കെ, റിവിഷൻ ചെയ്ത് ഉറപ്പിക്കാം. നമ്മളൊന്ന് പഠിച്ചത് രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ് തൊട്ട്. 1775 മെയ് 10 രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ്. വിശേഷണം രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെട്ടു. ഈ രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ വെച്ച് ഒരു പ്രമേയം അഥവാ ലഘുരേഖ അവതരിപ്പിച്ചത് തോമസ് പെയിൻ ആണ്. ആ ലഘുരേഖയുടെ റെസൊല്യൂഷന്റെ പ്രമേയത്തിന്റെ പേര് കോമൺ സെൻസ് എന്നായിരുന്നു. അതിന്റെ ഉള്ളടക്കം എങ്ങനെയാണ്? ഇംഗ്ലണ്ടിൽ നിന്ന് വേർതിരിക്കുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർണമായ പ്രവൃത്തി. സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടത്തിയത് രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ 1775. സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് ജെയിംസ് ഓട്ടിസ് ആയിരുന്നു. ഭരണത്തിൽ ജനങ്ങൾക്ക് പങ്കാളിത്തം വേണം. ജനങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത ഭരണം ജനവിരുദ്ധമാണെന്നും പ്രഖ്യാപിക്കപ്പെട്ടു. തുടർന്ന് കോണ്ടിനെന്റൽ സേന രൂപീകരിച്ചു. കോണ്ടിനെന്റൽ സേനയ്ക്ക് നേതൃത്വം നൽകിയത് ജോർജ് വാഷിംഗ്ടൺ. തുടർന്ന് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ വെച്ച് ഒരു വിഭാഗം ജനങ്ങൾ പറഞ്ഞു, നമുക്ക് ഒന്നുകൂടെ നിവേദനം കൊടുത്തു നോക്കാം. അങ്ങനെ രണ്ടാമത്തെ വിഭാഗത്തിന് വേണ്ടിയിട്ട് ജോർജ് മൂന്നാമന് വീണ്ടും ഒരു നിവേദനം സമർപ്പിക്കുകയാണ്. തങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്, ഇതും അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങും എന്ന വാണിംഗും ആ നിവേദനത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ജോർജ് മൂന്നാമന് ഒലിവ് ബ്രാഞ്ച് നിവേദനം സമർപ്പിച്ചത് രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ. ആ ഒലിവ് ബ്രാഞ്ച് നിവേദനം തയ്യാറാക്കിയത് ജോൺ ഡിക്കിൻസ് ആണ്. അതാണ് യഥാർത്ഥത്തിൽ പ്രത്യക്ഷ വിപ്ലവത്തിലേക്ക് അമേരിക്കൻ ജനത നീങ്ങാൻ കാരണമായത്. അതുകൊണ്ട് ജോൺ ഡിക്കിൻസിനെ നമ്മൾ എന്താ വിളിച്ചു? ഒലിവ് ബ്രാഞ്ച് നിവേദനം തയ്യാറാക്കിയ ജോൺ ഡിക്കിൻസിനെ പെൻ മാൻ ഓഫ് ദ റെവല്യൂഷൻ, വിപ്ലവത്തിന്റെ തൂലിക എന്ന് വിശേഷിപ്പിച്ചു. മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് 1776 ജൂലൈ 4. ജോർജ് മൂന്നാമൻ ഒലിവ് ബ്രാഞ്ച് നിവേദനവും അംഗീകരിക്കാത്തത് കൊണ്ട് ഈ മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ വെച്ച് അമേരിക്കൻ ജനത, തീർത്ഥാടക പിതാക്കന്മാർ, 13 കോളനിയിലെയും ജനത തങ്ങൾ ഇന്നു മുതൽ സ്വതന്ത്രരാണ്, ഇനിമേൽ ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. അഥവാ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി എന്നാണ്. ഡേറ്റ് കൃത്യമായി പഠിക്കണം, 1776 ജൂലൈ 4. അതുകൊണ്ട് ഇന്നും അമേരിക്കയുടെ ദേശീയ ദിനം അഥവാ സ്വാതന്ത്ര്യ ദിനമായി കണക്കാക്കുന്നത് ജൂലൈ 4. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ പ്രധാനപ്പെട്ട 2 സെന്റൻസുകൾ ഉള്ളടക്കം നമ്മളിവിടെ പറയുന്നു. എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട് എന്ന് രേഖപ്പെടുത്തിയത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലായിരുന്നു. തുടർന്ന് 1781 കോളനി നിവാസികളും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധത്തിൽ കോളനി നിവാസികൾ വിജയിച്ചു. ജോർജ് വാഷിംഗ്ടണിന്റെ നേതൃത്വത്തിൽ. പരാജയപ്പെട്ടത് ബ്രിട്ടീഷ് സൈന്യാധിപനായ കോൺവാലിസ്. അതിനുശേഷമാണ് അദ്ദേഹം
ഈ കോൺവാലിസ് പ്രഭു ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നത് അല്ലെ. ഇനി 1783 ബ്രിട്ടീഷുകാർ 13 കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് ഉടമ്പടി ഒപ്പുവെച്ചു. ഈ ഉടമ്പടിക്ക് മാധ്യസ്ഥത വഹിച്ചത് ഫ്രാൻസ് ആയതുകൊണ്ട് ഉടമ്പടി ഒപ്പുവെച്ചത് ഫ്രാൻസിലെ നഗരമായ പാരീസിൽ വെച്ച്. അതുകൊണ്ട് ആ ഉടമ്പടി എന്ത് പേരിൽ അറിയപ്പെടുന്നു? പാരീസ് ഉടമ്പടി. അപ്പൊ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. അമേരിക്ക സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടത്തിയത് 1775. അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് 1776. അമേരിക്ക സ്വാതന്ത്ര്യ സമരത്തെ യുദ്ധത്തിൽ വിജയിച്ചത് 1781. അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1783 പാരീസ് ഉടമ്പടി പ്രകാരം. ഇത് നാലും മറക്കാൻ പാടില്ല. സെറ്റാണേ. ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. അമേരിക്ക സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടത്തിയത് 1775 രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ്. സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് 1776 ജൂലൈ 4. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ യുദ്ധത്തിൽ വിജയിച്ചത് 1781 ജോർജ് വാഷിംഗ്ടൺ ആരെ പരാജയപ്പെടുത്തി? കോൺവാലിസിനെ. സ്വാതന്ത്ര്യം ലഭിച്ചത് 1783 പാരീസ് ഉടമ്പടി പ്രകാരം. അതിന് മാധ്യസ്ഥത വഹിച്ചത് ഫ്രാൻസ്. സ്വാതന്ത്ര്യ സമരത്തിൽ സഹായിച്ചത് 3 രാജ്യങ്ങളുണ്ട്. ആരൊക്കെ? ഫ്രാൻസ്, സ്പെയിൻ, നെതർലാൻഡ് എന്നിവ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ച ഫ്രഞ്ച് ഭരണാധികാരി ലൂയി 16 ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ലൂയി 16 ഫ്രാൻസിന്റെ സമ്പത്ത് മൊത്തം ആർക്ക് കൊടുത്തു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് സാമ്പത്തിക സഹായം നൽകി, ആയുധ സഹായം നൽകി. അതാണ് ലൂയി 16 ജനരോഷം ഉയരുവാനുള്ള കാരണം. അമേരിക്കയ്ക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിക്കുന്നത് ഫ്രാൻസ് ആണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികത്തിൽ. ശില്പി എന്ന് പറയുന്നത് ഗുസ്താവ് ഈഫലാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അമേരിക്കയ്ക്ക് 100ാം വാർഷികത്തിൽ എന്തിനാണാവോ ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിക്കുന്നത്? ഞാൻ നിങ്ങളോട് ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഈ അമേരിക്കൻ വിപ്ലവമാണ് എന്തിന് പ്രചോദനമായി മാറിയത്? ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായി മാറിയത്. ഫ്രഞ്ചിലെ രാജഭരണത്തിനെതിരെ ജനങ്ങൾ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചത്. ഭരണഘടന എന്ന ആശയം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നാണ് ആർക്ക് കിട്ടുക? ഫ്രാൻസിന് കിട്ടുക. അതുകൊണ്ടാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികത്തിൽ ആ സമയത്ത് ഫ്രാൻസിൽ റിപ്പബ്ലിക്കൻ ഭരണകൂടമാണ് ഭരണം നടത്തുന്നത്. ആ റിപ്പബ്ലിക്കൻ ഭരണകൂടം അമേരിക്കയ്ക്ക് ആദരവോടുകൂടി സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിക്കുന്നത്. കേട്ടോ, ലൂയി 16 ഏകാധിപത്യ ഭരണമല്ല 100 വർഷത്തിന് ശേഷം. നമ്മൾ അടുത്ത ക്ലാസ്സിലെ ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകണം കേട്ടോ. ഭരണഘടനാ സമ്മേളനം. ആദ്യ യോഗം നടന്നത് 1783 ഫിലാഡൽഫിയ എന്ന സ്ഥലത്ത്. ഫിലാഡൽഫിയയിൽ വെച്ചാണ് ഇവർ സമ്മേളനം ചേരുക അല്ലെ. ആ ഫിലാഡൽഫിയ വെച്ച് തന്നെ പാരീസ് ഉടമ്പടി പ്രകാരം സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നമുക്കിനി സ്വന്തമായി നിയമം ആവശ്യമാണ്. ബ്രിട്ടീഷുകാരാണ് അതുവരെ അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി നിയമം പാസ്സാക്കിയിരുന്നത്. അതൊന്നും നിങ്ങൾ ഇനി അംഗീകരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്യണം? നമുക്കൊരു നിയമനിർമ്മാണം ആവശ്യമാണ്. അങ്ങനെ 1783 ഫിലാഡൽഫിയയിൽ വെച്ച് ഭരണഘടനാ സമ്മേളനം വിളിച്ചു ചേർത്തു. തുടർന്ന് ഭരണഘടന തയ്യാറാക്കുവാൻ ആരെ ചുമതലപ്പെടുത്തി? ജെയിംസ് മാഡിസണെ ചുമതലപ്പെടുത്തി. ആരെ ചുമതലപ്പെടുത്തി? ജെയിംസ് മാഡിസൺ. അപ്പോ അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. മറക്കല്ലേ. തുടർന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കുറേ വർഷങ്ങൾ പിടിച്ചു. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാനും 2 വർഷത്തിൽ കൂടുതൽ സമയം പിടിച്ചു അല്ലെ. അതുപോലെ ഇവിടെയും അങ്ങനെ തന്നെയാണ്. അപ്പോ ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ ഭരണഘടന തയ്യാറാക്കിയത് അല്ലെങ്കിൽ ഭരണഘടന ഒപ്പുവെച്ചത്, തയ്യാറാക്കിയത് അഥവാ ഒപ്പുവെച്ചത് എന്നായിരുന്നു 1787 സെപ്റ്റംബർ 17. അതുകൊണ്ട് അമേരിക്കയുടെ ഭരണഘടനാ ദിനമായി കണക്കാക്കുന്നത് സെപ്റ്റംബർ 17 മറക്കല്ലേ. അമേരിക്കയുടെ ഭരണഘടനാ ദിനമായി കണക്കാക്കുന്നത് സെപ്റ്റംബർ 17. എന്തുകൊണ്ട്? 1787 സെപ്റ്റംബർ 17 ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള ഭരണഘടന തയ്യാറാക്കിയത് അഥവാ ഒപ്പുവെച്ചത്. ശരിയല്ലേ? യെസ്. ഇന്ത്യയിലെ ഭരണഘടനാ ദിനമായി കണക്കാക്കുന്ന നിയമദിനമായി കണക്കാക്കുന്ന നവംബർ 26. എന്തുകൊണ്ട്? ഭരണഘടന അംഗീകരിച്ചു തന്ന പ്രാബല്യത്തിൽ വരുന്നത് പിന്നീട് 1950 ജനുവരി 26. ശരിയല്ലേ? അതുപോലെ തന്നെ ഇവിടെയും പാസ്സാക്കിയത് 1787 സെപ്റ്റംബർ 17. അതുകൊണ്ട് സെപ്റ്റംബർ 17 ഭരണഘടനാ ദിനമായി കണക്കാക്കുന്നു. ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് 1789 ലോകത്തെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. ലോകത്തെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇത് അമേരിക്കൻ ഭരണഘടന എന്ന് പറയുക. സെറ്റാണ്, ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. ക്ലിയർ? യെസ്. അടുത്ത് പറയട്ടെ. അപ്പോ ഭരണഘടനാ സമ്മേളനം ആദ്യ യോഗം നടക്കുന്നത് 1783 ഫിലാഡൽഫിയ എന്ന സ്ഥലത്ത്. അമേരിക്കൻ ഭരണഘടനയുടെ ശില്പിയായി കണക്കാക്കുന്നത്
ജെയിംസ് മാഡിസനെ. അതുകൊണ്ട് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവെന്ന് വിളിക്കുന്നതും ആരെ തന്നെ? ജെയിംസ് മാഡിസനെ തന്നെ. ഭരണഘടനയിൽ ഒപ്പുരേഖപ്പെടുത്തിയത് 1787 സെപ്റ്റംബർ മാസം 17 തീയതിയാണ്. അമേരിക്കൻ ഭരണഘടനാ ദിനമെന്ന് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 17. ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് 1789 ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് എന്ത്? അമേരിക്കൻ ഭരണഘടന. ഈ ഒരു ആശയം ഇന്ത്യ കടം കൊണ്ടിട്ടുണ്ട് അല്ലെ? ഇന്ത്യയിലും എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഈ ലിഖിത ഭരണഘടന അഥവാ എഴുതപ്പെട്ട ഭരണഘടനയും അലിഖിത ഭരണഘടനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നതാണ് എങ്കിലും വളരെ ലളിതമായിട്ട് പെട്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് വളരെ ലളിതമായി ഞാനൊന്ന് പറഞ്ഞു തരാം. PSC ഉദ്യോഗാർത്ഥികളായ നിങ്ങളുടെ കറണ്ട് അഫെയർ നോട്ട് എഴുതപ്പെട്ട ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ്. നിങ്ങളുടെ GK നോട്ട് എഴുതപ്പെടാത്ത അഥവാ അലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ്. എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായി ഒരു നിയമമുണ്ട്. പുതുതായി എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നിയമം പാസ്സാക്കണമെങ്കിൽ നേരത്തെ പാസ്സാക്കി വെച്ചിട്ടുള്ള നിയമത്തിൽ ഭേദഗതി ചെയ്തുകൊണ്ട് മാത്രമേ പുതിയ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതിനെയാണ് ലിഖിത ഭരണഘടന എന്ന് വിളിക്കുക. ലിഖിത ഭരണഘടനയിൽ ഉറപ്പായിട്ട് എന്തുണ്ടാവും? ഭേദഗതി ഉണ്ടാവും. അത് നിങ്ങളുടെ കറണ്ട് അഫെയർ നോട്ട്, അപ്പോയിന്റ്മെന്റ്സിന്റെ നോട്ട് എടുക്കാൻ നിങ്ങൾ അപ്പോയിന്റ്മെന്റ്സ് ഒരാളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രസിഡന്റ്, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, ഇന്ത്യയുടെ കരസേനാ മേധാവി, സംയുക്ത സൈനിക മേധാവി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം മാറുമ്പോൾ ആ പേര് നമ്മൾ വെട്ടിയിട്ട് ഇപ്പോഴ് സ്ഥാനമേറ്റ ആളുടെ പേര് നമ്മൾ എഴുതി വെക്കും. എന്നാൽ GK പഠിക്കുകയാണ്. GK പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ എഴുതി വെച്ചിട്ട് നോട്ട് അത് തിരുത്താനൊന്നും പോവില്ല. പുതിയ GK എടുക്കുന്നു, പുതിയ പേജ് എടുക്കുന്നു, എഴുതി പോകും. അതുപോലെ മനസ്സിലായോ? അലിഖിത ഭരണഘടന എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ ഭരണഘടന ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം. അവിടെ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ഇനി പുതിയ എന്തെങ്കിലും കാര്യം വേണമെന്നുണ്ടെങ്കിൽ പഴയ നിയമം ഭേദഗതി ചെയ്യാനൊന്നും പോവില്ല, പുതിയ നിയമം പാസ്സാക്കും. ബ്രിട്ടനില് അലിഖിത ഭരണഘടനയാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിയമാവലി ഇല്ലെന്നാണ് അർത്ഥം. നിയമാവലി ഉണ്ട്. അപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി നിയമം പാസ്സാക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് ഒരുപാട് നിയമം പാസ്സാക്കിയിട്ടുണ്ട് അല്ലെ? 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ആദ്യ നിയമം. അവിടെ അലിഖിത ഭരണഘടന ആയതുകൊണ്ട് പിന്നീട് ഇന്ത്യക്ക് വേണ്ടി ഒരു നിയമം പാസ്സാക്കിയത് 1784 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കി. റെഗുലേറ്റിംഗ് ആക്ടിനെ ഭേദഗതി ചെയ്തിട്ടാണോ പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത്? അല്ല. പിറ്റ്സ് ഇന്ത്യ ആക്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരണമെന്ന് തോന്നി പുതുതായിട്ട് ഒരു നിയമമായിട്ട് പാസ്സാക്കി. സെറ്റാണ്. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് അധികാരം ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഈ പിറ്റ്സ് ഇന്ത്യ ആക്ടിലാണോ ഭേദഗതി വരുത്തിയത്? അല്ല. 1858 പുതിയൊരു നിയമം പാസ്സാക്കി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെ? 1850 പുതിയതായിട്ട് ഒരു നിയമം പാസ്സാക്കി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. പ്രവിശ്യകൾ രൂപീകരിക്കുകയും പ്രവിശ്യകളിൽ പ്രത്യേക നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ തീരുമാനിച്ചത് 1861 അതിനുവേണ്ടി 1858 നിയമത്തിൽ ഭേദഗതി വരുത്തിയില്ല. പകരം പുതുതായിട്ട് ഒരു നിയമം പാസ്സാക്കി, 1861 ഇന്ത്യൻ കൗൺസിൽ നിയമം. ശരിയല്ലേ? പിന്നെ വീണ്ടും 1892 ഇന്ത്യൻ കൗൺസിൽ നിയമം. വീണ്ടും 1909 ഇന്ത്യൻ കൗൺസിൽ നിയമം. ഓരോ ആവശ്യത്തിനു വേണ്ടി പുതിയ നിയമങ്ങൾ പാസ്സാക്കാണ്. നേരത്തുള്ള നിയമത്തിൽ ഭേദഗതി വരുത്തുന്നില്ല. എന്നാൽ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണെങ്കിൽ നേരത്തെ അടിസ്ഥാനമായ ഒരു നിയമം ഉണ്ടാവും. പുതുതായിട്ട് എന്തെങ്കിലും നിയമം പാസ്സാക്കണമെങ്കിൽ അടിസ്ഥാന നിയമാവലിയിൽ എന്ത് ചെയ്യണം? മാറ്റം വരുത്തണം. അത്രയേ ഉള്ളൂ. സെറ്റാണ്. യെസ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റായി ചുമതലയേറ്റത് അമേരിക്കയെ സ്വാതന്ത്ര്യ സമരത്തിൽ വിജയിപ്പിച്ച അമേരിക്കൻ സേന, കോണ്ടിനെന്റൽ സേനയ്ക്ക് നേതൃത്വം നൽകിയ ആരായിരുന്നു? ജോർജ് വാഷിംഗ്ടൺ ആയിരുന്നു. അദ്ദേഹത്തെ അമേരിക്കയുടെ രാഷ്ട്രപിതാവെന്ന് വിളിക്കുന്നു. അദ്ദേഹം തന്നെയാണ് അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റും. അമേരിക്കയുടെ രാഷ്ട്രപിതാവെന്നും അറിയപ്പെടുന്നത് ആര് തന്നെ? കോണ്ടിനെന്റൽ സേനയ്ക്ക് നേതൃത്വം നൽകിയ, കോൺവാലിസ് പ്രഭുവിനെ പരാജയപ്പെടുത്തിയ ജോർജ് വാഷിംഗ്ടൺ തന്നെ. സെറ്റാണ്. എന്നാൽ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബോസ്റ്റൺ ടീ പാർട്ടി പഠിച്ചപ്പോൾ ഒരു വ്യക്തിയുടെ പേര് നമ്മൾ പഠിച്ചു. ആരാണ്? ജോൺ ആഡംസ്. ജോൺ ആഡംസിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരെന്താ? അമേരിക്കൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവ്, അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ആഡംസ് ആണ്. അമേരിക്കയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആദ്യ പ്രസിഡന്റായ, അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത ജോർജ് വാഷിംഗ്ടൺ ആണ്. രണ്ടാമത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജോൺ ആഡംസ്. ആണ്. മൂന്നാമത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് തോമസ് ജെഫേഴ്സൺ. തോമസ് ജെഫേഴ്സൺ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ?
കേട്ടിട്ടുണ്ടോ? ഉണ്ട്. നമ്മള് ഇന്ന് തന്നെ പഠിച്ചിരുന്നു തോമസ് ജെഫേഴ്സനെ. എന്താണ്? ഇന്ന് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ എന്ത് ചെയ്തു? എന്ത് ചെയ്തു? രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ ഒരു ലഘുരേഖ അവതരിപ്പിച്ച് ജനങ്ങളെ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടത്തി പ്രചോദനം നൽകിയത് തോമസ് പെയിൻ ആയിരുന്നു. മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും കൂടാതെ ആരുമായിരുന്നു? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമായിരുന്നു. സാമ്യമുള്ള പേരുകളാണ്, ഡൗട്ട് ഉണ്ടാവരുത്. രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് കോമൺ സെൻസ് എന്ന റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് തോമസ് പെയിൻ. മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ എന്ത് ചെയ്തു? അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അവതരിപ്പിച്ചു അല്ലെ? 1776 ജൂലൈ 4-ന്. ആ ജൂലൈ 4-ന് അവതരിപ്പിച്ച സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ആരായിരുന്നു? പിന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമായിരുന്നു. കുറെ പേരുടെ പേര് നമ്മൾ പഠിക്കുന്നുണ്ട്. കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് തോമസ് ജെഫേഴ്സൺ, ഇദ്ദേഹമാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കുന്നത്. സ്വാതന്ത്ര്യ സമരം പ്രഖ്യാപിച്ച 1775 കോമൺ സെൻസ് എന്ന പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? തോമസ് പെയിൻ ആണ്. അല്ലെ? മറക്കില്ലല്ലോ. ഗുഡ്. ഇനി അടുത്ത് പറയുന്നു നാലാമത്തെ പ്രസിഡന്റ് ജെയിംസ് മാഡിസൺ. ജെയിംസ് മാഡിസൺ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ആരാണ് ജെയിംസ് മാഡിസൺ? നമ്മൾ പഠിച്ചു അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ആരായിരുന്നു? ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ അമേരിക്കൻ ഭരണഘടനയുടെ പിതാവായി കണക്കാക്കുന്ന ജെയിംസ് മാഡിസൺ ആണ് നാലാമത്തെ പ്രസിഡന്റ്. സാധാരണ ഇതിൽ ആദ്യത്തെ പ്രസിഡന്റ് മാത്രം പഠിച്ചാൽ മതി. എന്തുകൊണ്ടാണ് ഈ 4 പ്രസിഡന്റുമാരെയും പഠിച്ചതെന്ന് ചോദിച്ചാൽ ഇവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തോട് ബന്ധമുണ്ട്. ജോൺ ആഡംസ് സ്വാതന്ത്ര്യ സമരത്തിലെ ജോർജ് വാഷിംഗ്ടനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു. ബാക്കി രണ്ടുപേരുടെ പേര് നമ്മൾ കൃത്യമായി നിർവചിച്ചിട്ടുമുണ്ട്. അമേരിക്കൻ ഐക്യനാടുകളുടെ ഔദ്യോഗിക ചിഹ്നം അങ്കിൾ സാം എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു കേട്ടോ. അമേരിക്കൻ ഐക്യനാടുകളുടെ ഔദ്യോഗിക ചിഹ്നമായി കണക്കാക്കുന്നത് ഏത് മനുഷ്യനാണ്? അങ്കിൾ സാം ആണ്. സെറ്റാണേ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ അമേരിക്കയെ സ്വാതന്ത്ര്യ സമരത്തിൽ നയിക്കുകയും ബ്രിട്ടന്റെ സൈന്യാധിപനായ കോൺവാലിസ് പ്രഭുവിനെതിരെ അമേരിക്കൻ ജനതയ്ക്ക് വിജയം നേടിക്കൊടുക്കുകയും ചെയ്ത വ്യക്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അമേരിക്കയുടെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നു. അമേരിക്കയുടെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നു. എന്നാൽ അവിടെ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. ബോസ്റ്റൺ ടീ പാർട്ടിക്ക് നേതൃത്വം നൽകിയ ജോൺ ആഡംസിനെ നമ്മൾ എന്തെന്ന് വിശേഷിപ്പിച്ചു? അമേരിക്കൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. ആണോ? ജോൺ ആഡംസിനെ അമേരിക്കൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. ആ ജോൺ ആഡംസ് ആണ് അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആയ വ്യക്തി. ജോൺ ആഡംസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റ്. ശരിയാണ്, ജോൺ ആഡംസ്. അമേരിക്കൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവാണ്. അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റും ആര് തന്നെ? ജോൺ ആഡംസ് തന്നെ. മൂന്നാമത്തെ പ്രസിഡന്റ് തോമസ് ജെഫേഴ്സൺ, അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയ 2 പേരിൽ ഒരാൾ. നാലാമത്തെ പ്രസിഡന്റ് ജെയിംസ് മാഡിസൺ, അമേരിക്കയുടെ ഭരണഘടനാ ശില്പി എന്ന് പറയുന്നത് ആരാണ്? ജെയിംസ് മാഡിസണുമാണ്. സെറ്റാണേ. ഗുഡ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത് അങ്കിൾ സാമുമാണ്. ഇനി അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധം. അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ പ്രധാന കാരണം നമ്മുടെ അമേരിക്കയിലെ അടിമത്ത സമ്പ്രദായമായിരുന്നു. അമേരിക്കയിലെ അടിമത്ത സമ്പ്രദായത്തെ കുറിച്ച് ഒരു നോവൽ എഴുതിയ വ്യക്തി ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചു അല്ലെ? ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവ് എഴുതിയ നാടകം അല്ലെങ്കിൽ നോവൽ ഏതായിരുന്നു? അങ്കിൾ ടോംസ് ക്യാബിൻ അല്ലെ? അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന നോവൽ എഴുതിയത് ആരായിരുന്നു? ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവ് ആയിരുന്നു. ആ നാടകത്തിലാണ് അമേരിക്കയിലെ അടിമത്ത സമ്പ്രദായത്തെ കുറിച്ച് പരാമർശമുള്ളത്. ആണല്ലോ? യെസ്. അമേരിക്കയിലെ അടിമത്തമാണ് യഥാർത്ഥത്തിൽ എന്തായിട്ട് മാറിയത്? അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധത്തിന് വഴിതെളിച്ചത്. ഞാൻ നിങ്ങളോട് പറയുന്നു, വടക്കേ അമേരിക്കയിലെ കിഴക്കൻ തീരത്താണ് ആര് താമസിക്കുക? തീർത്ഥാടക പിതാക്കന്മാർ അല്ലെ? വടക്കേ അമേരിക്കയുടെ വടക്കേ ഭാഗത്ത് ആരാണുള്ളത്? റെഡ് ഇന്ത്യക്കാർ. അമേരിക്കയിലെ വടക്കേ അമേരിക്കയിലെ ആദിമ നിവാസികളായ റെഡ് ഇന്ത്യക്കാരുള്ളത് വടക്കേ അമേരിക്കയിലെ വടക്കൻ ഭാഗത്തും വടക്കേ അമേരിക്കയിലെ കിഴക്കൻ ഭാഗത്താണ് ആര് വാസമുറപ്പിച്ചത്? തീർത്ഥാടക പിതാക്കന്മാർ. ഈ തീർത്ഥാടക പിതാക്കന്മാര് പിൽക്കാലത്ത്
ഗോത്രവർഗക്കാരായ ആദിവാസി വിഭാഗമായ റെഡ് ഇന്ത്യൻസിനെ അടിമകളായി കണക്കാക്കി പണിയെടുപ്പിച്ചു. അപ്പോ റെഡ് ഇന്ത്യക്കാർ മാത്രം താമസിക്കുന്ന വടക്കേ അമേരിക്കയിലെ വടക്കൻ ഭൂപ്രദേശത്ത് അടിമത്ത സമ്പ്രദായം ഉണ്ടോ? റെഡ് ഇന്ത്യൻസ് മാത്രം താമസിക്കുന്ന വടക്കേ അമേരിക്കയിലെ വടക്കൻ സംസ്ഥാനങ്ങളില് അടിമത്ത സമ്പ്രദായം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അടിമത്തം നിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ അടിമത്തം ഇല്ലാത്ത അമേരിക്കയിലെ വടക്കൻ സംസ്ഥാനങ്ങൾ എന്ത് പേരിൽ അറിയപ്പെട്ടു? സ്വതന്ത്ര മണ്ണെന്ന് അറിയപ്പെട്ടു. അവിടെയുള്ളത് ആരാണ്? റെഡ് ഇന്ത്യക്കാരാണ്. അല്ലാതെ നമ്മൾ സ്വതന്ത്ര മണ്ണെന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് എന്ത് വിചാരിച്ചു കളയും? തീർത്ഥകരുടെ പിതാക്കന്മാർ താമസിക്കുന്ന സ്ഥലം എന്ന് വിചാരിച്ചു കളയും. അതുകൊണ്ട് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുന്നത് സ്വതന്ത്ര മണ്ണിലെ നിവാസികൾ ആരാണ്? റെഡ് ഇന്ത്യൻസ്. ഈ റെഡ് ഇന്ത്യക്കാരെ ആരെ അടിമകളായി കണക്കാക്കുന്നേ? ഇംഗ്ലണ്ടിൽ നിന്ന് കുടിയേറി പാർത്ത തീർത്ഥാടക പിതാക്കന്മാരാണ്. അടിമകളുടെ സേവനം ആവശ്യമായിരുന്ന തെക്കൻ സംസ്ഥാനങ്ങൾ എന്ത് പേരിൽ അറിയപ്പെട്ടു? അടിമ മണ്ണ് എന്നറിയപ്പെട്ടു. അതായത് ഈ തെക്കൻ സംസ്ഥാനങ്ങളിലെ നിവാസികൾ എന്ന് പറയുന്നത് ആരാ? തീർത്ഥാടക പിതാക്കന്മാരാണ്. അതായത് അമേരിക്കയെ സംബന്ധിച്ചിട്ട് കറുത്തവർഗക്കാരാണ് റെഡ് ഇന്ത്യൻസ്, വെളുത്തവർഗക്കാരാണ് തീർത്ഥാടക പിതാക്കന്മാർ. ഇന്നും അവർ തമ്മിൽ വിവേചനമുണ്ട്. അമേരിക്കയില് വർണ്ണത്തിന്റെ പേരിൽ ഇപ്പോഴും വിവേചനമുണ്ട്. കറുത്തവർഗക്കാർക്ക് വേണ്ടി പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഒരു അമേരിക്കക്കാരനാണ്, നിങ്ങൾക്കറിയാം, മാർട്ടിൻ ലൂതർ കിങ്. അമേരിക്കൻ ഗാന്ധി വടക്കേ അമേരിക്കയിലെ കറുത്തവർഗക്കാർക്ക് വേണ്ടി പോരാടി രക്തസാക്ഷിത്വം വഹിച്ച സമാധാന നോബൽ സമ്മാന ജേതാവാണ് ആര്? നമ്മുടെ മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറയുന്നത്. മാർട്ടിൻ ലൂതർ കിങ്. അമേരിക്കക്കാരാണ് മാർട്ടിൻ ലൂതർ കിങ് കേട്ടോ. നമ്മള് ലോകചരിത്രം പഠിച്ചപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ മതനവീകരണം പഠിച്ചു. അത് മാർട്ടിൻ ലൂതർ. അവിടെ വെച്ച് നിർത്തണം. മാർട്ടിൻ ലൂതർ. അദ്ദേഹം ജർമ്മനിക്കാരനാണ്. ജർമ്മനിയില് മതനവീകരണത്തിന് തുടക്കം കുറിച്ചത്, മതനവീകരണ പ്രസ്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് മാർട്ടിൻ ലൂതറാണ്. അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത്, അമേരിക്കയിലെ കറുത്തവർഗക്കാർക്ക് വേണ്ടി പോരാടി രക്തസാക്ഷിത്വം വഹിച്ചത് അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്ന മാർട്ടിൻ ലൂതർ കിങ് ആണ് കേട്ടോ. ശരി, ഇന്നിപ്പോഴും വിവേചനമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അടിമത്തം നിരോധിച്ചിരുന്ന അമേരിക്കയിലെ വടക്കൻ സംസ്ഥാനങ്ങൾ സ്വതന്ത്രമെന്നറിയപ്പെട്ടു. അവിടുത്തെ പ്രധാന നിവാസികൾ റെഡ് ഇന്ത്യൻസ് ആണ്. അടിമകളുടെ സേവനം ആവശ്യപ്പെടുന്ന തെക്കൻ സംസ്ഥാനങ്ങൾ അടിമമണ്ണ്, അവിടുത്തെ നിവാസികൾ തീർത്ഥാടക പിതാക്കന്മാർ. അപ്പൊ തീർത്ഥാടക പിതാക്കന്മാർ ആരെയാണ് അടിമകളായി കണക്കാക്കുന്നത്? റെഡ് ഇന്ത്യക്കാരെയാണ്, കറുത്തവർഗക്കാരെയാണ്. അപ്പോ ഈ റെഡ് ഇന്ത്യൻസ് അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. കറുത്തവർഗക്കാർ രംഗത്ത് വന്നു, തങ്ങളെ ഇനിമേൽ അടിമകളായി കണക്കാക്കാൻ പറ്റില്ല എന്ന് പ്രതിഷേധം ആരംഭിച്ചു. അങ്ങനെ ആ സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നത്, അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കൺ. അങ്ങനെ എബ്രഹാം ലിങ്കണ് ഈ റെഡ് ഇന്ത്യൻസ്, അതായത് വടക്കേ അമേരിക്കയിലെ വടക്കൻ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികള് നിവേദനങ്ങളൊക്കെ സമർപ്പിച്ചു. അങ്ങനെ ആ സമയത്ത് എബ്രഹാം ലിങ്കൺ എന്ന പ്രസിഡന്റ് എന്ത് ചെയ്തു? അടിമത്തം നിരോധിച്ചു. 1863 ജനുവരി 1-ാം തീയതി അടിമത്തം നിരോധിച്ചത് ആരാണ്? എബ്രഹാം ലിങ്കൺ. ഇതിനെ വിമോചന പ്രഖ്യാപനം എന്നാണ് വിശേഷിപ്പിക്കുക. അടിമത്തം നിരോധിച്ചത് അമേരിക്കയിൽ എന്നായിരുന്നു? 1863 ജനുവരി 1. ആരായിരുന്നു? അപ്പോഴത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന 16ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൺ. അതിനെ എന്താണ് വിശേഷിപ്പിക്കുക? വിമോചന പ്രഖ്യാപനം. പക്ഷേ അടിമത്തം നിരോധിച്ചു. നേരത്തെ തന്നെ നമ്മുടെ തീർത്ഥാടക പിതാക്കന്മാർ പലരെയും അടിമകളായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ അടിമകളായി സൂക്ഷിച്ചവരെ മോചിപ്പിക്കാൻ ആര് തയ്യാറായില്ല? തീർത്ഥാടക പിതാക്കന്മാർ അഥവാ തെക്കൻ സംസ്ഥാനത്തെ നിവാസികൾ തയ്യാറായില്ല. അതിൽ വീണ്ടും പ്രതിഷേധം തുടർന്നു. വീണ്ടും ആഭ്യന്തര യുദ്ധം തുടരുകയാണ്. അങ്ങനെ ഇനിമേൽ അടിമകളെ കസ്റ്റഡിയിൽ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും അടിമത്തം നിരോധിച്ചത്, അഥവാ അടിമ കച്ചവടം നിരോധിച്ചത് 1865 ഭരണഘടനാ ഭേദഗതിയിലൂടെ, നിയമത്തിലൂടെ എന്ന് നമുക്ക് പറയേണ്ടി വരും. 1863 അടിമത്തം നിരോധിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി. ഇനിമേൽ അടിമത്തം ഉണ്ടാവില്ല, നിങ്ങളെല്ലാവരും സഹകരിക്കണം. പുതുതായി ആരെയും അടിമയാക്കിയില്ലെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന അടിമകളെ ആര് പരിപാലിച്ചു? തെക്കൻ സംസ്ഥാനങ്ങളെ പരിപാലിച്ചു. അവരെ മോചിപ്പിക്കാൻ തയ്യാറായില്ല. അങ്ങനെ 1865 16ാമത്തെ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ എന്ത് ചെയ്തു? ഭരണഘടനാ ഭേദഗതിയിലൂടെ, അതായത് നിയമത്തിലൂടെ എന്ത് ചെയ്യുന്നു? അടിമക്കച്ചവടം നിരോധിക്കുന്നു. അപ്പൊ പുതുതായിട്ട് ആരെയും അടിമയാക്കാനും പറ്റില്ല, നേരത്തെയുള്ള അടിമകളെ സൂക്ഷിക്കാനും പറ്റില്ല എന്നായിട്ട് മാറി. ഓക്കെ, അതുകൊണ്ടാണ് എബ്രഹാം ലിങ്കണെ എന്തെന്ന് വിശേഷിപ്പിക്കുക? മഹാനായ വിമോചകൻ എന്ന് വിളിക്കുക.
ദ ഗ്രേറ്റസ്റ്റ് ലിബറേറ്റർ, മഹാനായ വിമോചകൻ എന്നറിയപ്പെടുന്ന ആരാണ്? എബ്രഹാം ലിങ്കൺ. 1863 ജനുവരി 1 പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം മാത്രമായിരുന്നു, നിയമത്തിന്റെ സാധുതയില്ല. അപ്പോഴും തെക്കൻ സംസ്ഥാനങ്ങളിലെ നിവാസികൾ വടക്കൻ സംസ്ഥാനങ്ങളിലെ നിവാസികളെ റെഡ് ഇന്ത്യക്കാരെ അടിമയാക്കുന്നത് തുടർന്നു. പുതുതായിട്ട് ആരെ അടിമയാക്കിയില്ലെങ്കിലും അവരെ കസ്റ്റഡിയിലുള്ളവരെ അടിമകളായി തന്നെ കണക്കാക്കി തുടർന്നു. അപ്പോൾ ഭരണഘടനാ ഭേദഗതിയിലൂടെ അഥവാ നിയമനിർമ്മാണത്തിലൂടെ പൂർണ്ണമായും അടിമത്തം നിരോധിക്കുന്നത്, അടിമ കച്ചവടം നിരോധിക്കുന്നത് 1865. അതുകൊണ്ട് എബ്രഹാം ലിങ്കൺ നമ്മൾ എന്തെന്ന് വിളിച്ചു? മഹാനായ വിമോചകൻ എന്ന് വിളിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും എബ്രഹാം ലിങ്കണോട് ആർക്ക് സ്നേഹം തോന്നും? കറുത്തവർഗക്കാരായ റെഡ് ഇന്ത്യക്കാരായ വടക്കേ അമേരിക്കയിലെ വടക്കൻ സംസ്ഥാനങ്ങളിലെ നിവാസികൾ. ആർക്ക് ദേഷ്യമുണ്ടാവും? തെക്കൻ സംസ്ഥാനങ്ങളിലെ തീർത്ഥാടക പിതാക്കന്മാർക്ക് അഥവാ ബ്രിട്ടീഷ് വംശജർക്ക് അഥവാ വെളുത്ത നിറത്തിലുള്ളവർക്ക് ദേഷ്യമുണ്ടാവും. അത് എബ്രഹാം ലിങ്കന്റെ കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചു. എബ്രഹാം ലിങ്കന്റെ കൊലപാതകത്തിലേക്ക്. നമ്മളിനി എബ്രഹാം ലിങ്കനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. എബ്രഹാം ലിങ്കൺ ലോക പ്രശസ്തനായ നേതാവാണ്. 16ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കൺ. റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായ ആദ്യ പ്രസിഡന്റ്. റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായ ആദ്യ പ്രസിഡന്റ് ആണ് എബ്രഹാം ലിങ്കൺ. ഇദ്ദേഹമാണ് ജനാധിപത്യത്തിന് ഒരു നിർവചനം നൽകുക. ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ജനാധിപത്യം എന്ന നിർവചനം നൽകിയത്. ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണ സംവിധാനം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണ സംവിധാനമാണെന്ത്? ജനാധിപത്യം. ഇത് ഈ നിർവചനം അല്ലെങ്കിൽ ഈ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് എപ്പോഴായിരുന്നു? 1863 ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിലാണ്. അതുകൊണ്ട് PSC ചോദിക്കാറുണ്ട്, എബ്രഹാം ലിങ്കന്റെ ജനാധിപത്യത്തെ കുറിച്ചുള്ള നിർവചനം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിൽ. ഗെറ്റിസ്ബർഗ് പ്രസംഗം എന്നായിരുന്നു 1863. ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ. ക്ലിയർ? വധിക്കപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് എബ്രഹാം ലിങ്കൺ. അദ്ദേഹത്തെ വധിച്ചത് ജോൺ വിൽക്സ് ബൂത്ത് എന്ന തെക്കൻ സംസ്ഥാനത്തെ വ്യക്തിത്വമായിരുന്നു. വധിക്കപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ ആണ്. അദ്ദേഹത്തെ ആരാ വധിക്കുക? ജോൺ വിൽക്സ് ബൂത്ത് ആണ്. ഇനി എവിടെ വെച്ചാണ് അദ്ദേഹത്തെ കൊന്നത് എന്ന് പറയണ്ടേ? എവിടെ വെച്ചാണ് അദ്ദേഹത്തെ വധിച്ചത്? എവിടെ വെച്ചാണ് കൊല്ലുന്നത്? അതിനൊരു കാരണം കൂടെ നമുക്ക് പഠിക്കാം. വധിക്കപ്പെട്ടത് 1865 ഏപ്രിൽ മാസം 14-ാം തീയതി. ഡേറ്റ് ഓർമ്മിക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യയിലെ കറുത്തവർഗക്കാർക്ക് വേണ്ടിയിട്ട്, അധസ്ഥിതർക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിത്വമാണ്. അദ്ദേഹം ജനിച്ചത് ഏപ്രിൽ 14-ാം തീയതി ആയിരുന്നു, അല്ലെ? അപ്പോൾ വധിക്കപ്പെട്ടത് 1865 ഏപ്രിൽ 14. എവിടെ വെച്ചാണ്? ഫോർട്സ് തിയേറ്ററിൽ അവർ അമേരിക്കൻ കസിൻ എന്ന നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. PSC നാടകത്തിന്റെ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആ നാടകത്തിന്റെ പേര് ഇവിടെ പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫോർട്സ് തിയേറ്ററിൽ അവർ അമേരിക്കൻ കസിൻ എന്ന നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആര് വധിക്കപ്പെടുന്നത്? എബ്രഹാം ലിങ്കൺ വധിക്കപ്പെടുന്നത്. ആരാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്? ജോൺ വിൽക്സ് ബൂത്ത്. എബ്രഹാം ലിങ്കന്റെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത് സ്പ്രിംഗ്ഫീൽഡ് എന്നാണ് അറിയപ്പെടുക. അന്ത്യവിശ്രമ സ്ഥലം സ്പ്രിംഗ്ഫീൽഡ് എന്നറിയപ്പെടുന്നു. സെറ്റാണേ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. എബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ്, റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായ ആദ്യ പ്രസിഡന്റ്. ജനാധിപത്യത്തിന് നിർവചനമായ ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ എന്ന നിർവചനം അദ്ദേഹം ആദ്യമായി പറയുന്നത് 1863 ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിലാണ്. വധിക്കപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് എബ്രഹാം ലിങ്കൺ. അദ്ദേഹത്തെ വധിച്ചത് ജോൺ വിൽക്സ് ബൂത്ത് ആണ്. വധിക്കപ്പെട്ടത് 1865 ഏപ്രിൽ മാസം 14-ാം തീയതി. ഇവിടെ ഫോർട്സ് തിയേറ്ററിൽ അവർ അമേരിക്കൻ കസിൻ എന്ന നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത് സ്പ്രിംഗ്ഫീൽഡ് ആണ്. സെറ്റാണേ. അപ്പോ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ലോകത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്വാധീനം പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് പ്രചോദനമായി മാറി. സാധാരണക്കാരായ ജനങ്ങളെ കൊണ്ട് രാജഭരണത്തിനെതിരെ യുദ്ധം ചെയ്യാൻ കഴിയും, പോരാടി വിജയിക്കാൻ കഴിയും എന്ന ചിന്തയുണ്ടാക്കി. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫ്രഞ്ച് സത്യാഗ്രഹം അഥവാ ഫ്രഞ്ച് വിപ്ലവം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫ്രഞ്ച് വിപ്ലവം. ക്ലിയർ? 2, റിപ്പബ്ലിക്കൻ ഭരണരീതി. എന്താണ് റിപ്പബ്ലിക്കൻ ഭരണരീതി? ഒരു പരമാധികാര രാജ്യത്തിന് സ്വന്തമായി നിയമാവലി ഉണ്ടെങ്കിൽ
ആ രാജ്യത്തിന്റെ ഭരണാധികാരിയെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന് പറയുക. രണ്ട് ഡെഫിനിഷനാണ് പറയുക. ഒരു പരമാധികാര രാജ്യത്തിന്, ഏതെങ്കിലും ആധിപത്യത്തിന് കീഴിലുള്ളതല്ല, ഒരു പരമാധികാര രാജ്യത്തിന് സ്വന്തമായി നിയമാവലി ഉണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ ഭരണാധികാരിയെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ ആ ഭരണ സംവിധാനമാണ് എന്ത്? റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന് പറയുക. പിന്നെ എഴുതപ്പെട്ട ഭരണഘടന, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും എഴുതപ്പെട്ട ഭരണഘടന എന്ന ആശയം കടംകൊണ്ടിട്ടുണ്ട്. ഫെഡറൽ രാഷ്ട്രം. ഫെഡറൽ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും ഉണ്ട്. ആ സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കുന്ന അധികാരം മാത്രമാണ് കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിനുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, അമേരിക്കയിൽ 13 കോളനികളാണ് ഉണ്ടായിരുന്നത്. ആ 13 കോളനികൾ പിന്നീട് വിഭജിക്കപ്പെട്ട നിലവിൽ 50 സ്റ്റേറ്റ് ഉണ്ട്. സ്റ്റേറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം. ഇന്ത്യയെ പോലെ ഈ ഒരു ആശയം നമ്മൾ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന അമേരിക്ക എന്നാണ് കേട്ടോ. സ്റ്റേറ്റുകളുടെ കൂട്ടായ്മയാണെന്ന രീതിയിൽ. ഇനി അമേരിക്കയുടെ വിദേശ നയം അറിയപ്പെടുന്നത് ട്രൂമാൻ ഡോക്ട്രിൻ എന്നാണ്. ഈ ട്രൂമാൻ ഡോക്ട്രിൻ എന്ന ആശയം അമേരിക്ക പ്രഖ്യാപിക്കുന്നത് 1947 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് കേട്ടോ. ഇത് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു പോകുന്നത്, നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്ത് പഠിക്കും? നമ്മുടെ ശീതയുദ്ധമൊക്കെ പഠിക്കും. ആ ശീതയുദ്ധത്തിന്റെ അടിസ്ഥാന കാരണമാണെന്ത്? ഈ ട്രൂമാൻ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കടം കൊള്ളേണ്ട ഒരു ആശയമാണ്. ഇവിടെ നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പഠിച്ചുകൊണ്ട് ഇവിടെ അങ്ങ് പറഞ്ഞു വെക്കുന്നു. ഓക്കെ. അപ്പോൾ അമേരിക്കയുടെ വിദേശ നയം എന്ന് പറയുന്നത് ട്രൂമാൻ ഡോക്ട്രിൻ ആണ്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം 1947 സ്വീകരിച്ചു. മുതലാളിത്ത രാഷ്ട്രമായ അമേരിക്ക കമ്മ്യൂണിസത്തിന്റെ വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച നയമായിരുന്നു ട്രൂമാൻ ഡോക്ട്രിൻ എന്ന് പറയുക. അപ്പൊ അമേരിക്കയുടെ വിദേശ നയം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ട്രൂമാൻ ഡോക്ട്രിൻ എന്നറിയപ്പെടുന്നു. ഏത് വർഷം? 1947. കമ്മ്യൂണിസത്തിന്റെ വ്യാപനം തടയുക എന്നതാണ് പ്രധാന ലക്ഷ്യമായി കണക്കാക്കുന്നത്. സെറ്റാണേ. അപ്പോ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്വാധീനം എന്തൊക്കെയാണ്? പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് പ്രചോദനം നൽകപ്പെട്ടു. പ്രധാനമായും ഫ്രഞ്ച് വിപ്ലവം. റിപ്പബ്ലിക്കൻ ഭരണരീതി, എഴുതപ്പെട്ട ഭരണഘടന, ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം. അമേരിക്കയുടെ ആധുനിക കാലത്തെ പ്രധാന വിദേശ നയം എന്ന് പറയുന്നത് ട്രൂമാൻ ഡോക്ട്രിൻ. 1947 പ്രഖ്യാപിച്ചു. എന്താണ് ഈ ട്രൂമാൻ ഡോക്ട്രിൻ എന്ന് പറയുന്നത്? കമ്മ്യൂണിസത്തിന്റെ വ്യാപനം തടയൽ. സെറ്റാണേ. അപ്പോ ഇതോടുകൂടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നമ്മളിവിടെ പൂർത്തീകരിച്ചു. നമുക്കൊന്ന് റിവിഷൻ ചെയ്താലോ? പൂർണ്ണമായിട്ട് നമ്മളിന്ന് പഠിച്ചത്, നമ്മളിന്ന് രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ് തൊട്ടാണ് പഠിച്ചത്. കുറച്ച് ദീർഘമായ ക്ലാസ് ആയിരുന്നു. ഓക്കെ, റിവിഷൻ ഉറപ്പിക്കാം. ഗുഡ്. വളരെ പെട്ടെന്ന് രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ് 1775 മെയ് 10 സമ്മേളനം വിളിച്ചു കൂട്ടുക. വിശേഷണം രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു. ലഘുരേഖ അവതരിപ്പിച്ചത് തോമസ് പെയിൻ. വിശേഷണം കോമൺ സെൻസ്. ഈ പ്രമേയത്തിന്റെ ഉള്ളടക്കം ഇംഗ്ലണ്ടിൽ നിന്ന് വേർതിരിക്കുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർണമായ പ്രവൃത്തി. സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടത്തി. സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഉപജ്ഞാതാവ് ജെയിംസ് ഓട്ടിസ്. ഭരണത്തിൽ ജനങ്ങൾക്ക് പങ്കാളിത്തം വേണമെന്നും ജനങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാതെ ഭരണം ജനവിരുദ്ധമാണ് എന്നാണ് ഈ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന ആശയത്തിലൂടെ ബ്രിട്ടനെ അറിയിക്കുവാൻ അമേരിക്കൻ ജനത പരിശ്രമിച്ചത്, അഥവാ ജെയിംസ് ഓട്ടിസ് പരിശ്രമിച്ചത്. തുടർന്ന് കോണ്ടിനെന്റൽ സേന രൂപീകരിച്ചു. നേതൃത്വം നൽകിയത് ജോർജ് വാഷിംഗ്ടൺ. ജോർജ് മൂന്നാമന് ഒലിവ് ബ്രാഞ്ച് നിവേദനം സമർപ്പിച്ചു. ആ ഒലിവ് ബ്രാഞ്ച് നിവേദനം തയ്യാറാക്കിയത് ജോൺ ഡിക്കിൻസ് ആയിരുന്നു. ഈ നിവേദനത്തിലെ കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ തങ്ങൾ ശക്തമായി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നീങ്ങും എന്ന മുന്നറിയിപ്പും ഈ നിവേദനത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ നിവേദനം തയ്യാറാക്കിയ ജോൺ ഡിക്കിൻസിനെ പെൻമാൻ ഓഫ് ദ റെവല്യൂഷൻ എന്നാണ് വിശേഷിപ്പിക്കുക. മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലെ പ്രധാനപ്പെട്ട 2 ആശയങ്ങളാണ്: എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട്. അമേരിക്കയുടെ ദേശീയ ദിനമായി കണക്കാക്കുന്നത് ജൂലൈ മാസം 4-ാം തീയതി. 1781 കോളനി നിവാസികളും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധത്തിൽ കോളനി നിവാസികൾ വിജയിച്ചു. ജോർജ് വാഷിംഗ്ടൺ ആരെ പരാജയപ്പെടുത്തി? കോൺവാലിസ് പ്രഭുവിനെ പരാജയപ്പെടുത്തി. 1783 ബ്രിട്ടീഷുകാർ 13 കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിച്ചു. പാരീസിൽ വെച്ച് ഉടമ്പടി ഒപ്പുവെച്ചു. അതുകൊണ്ട് എന്ത് പേരിൽ അറിയപ്പെട്ടു? പാരീസ് ഉടമ്പടി. 1775 മുതൽ 1783 വരെ നടന്ന യുദ്ധകാലഘട്ടത്തിൽ അമേരിക്കയെ സഹായിച്ചത് ഫ്രാൻസ്, സ്പെയിൻ, നെതർലൻഡ് എന്നീ രാജ്യങ്ങൾ. ഏറ്റവും കൂടുതൽ സഹായിച്ചത് ആരാണ്? ഫ്രാൻസ് ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ച ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്നു ലൂയി 16. അതേ തുടർന്ന് ഫ്രാൻസിൽ കൊടിയ ദാരിദ്ര്യം അനുഭവപ്പെടുന്നു. അതിന്റെ പേരിൽ
ലൂയി 16 സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുന്നു. രാജഭരണം ഫ്രാൻസിൽ അവസാനിക്കുന്നു. തുടർന്ന് ഒരു റിപ്പബ്ലിക് ഭരണരീതി ഫ്രാൻസിൽ വരികയാണ്. ആ റിപ്പബ്ലിക്കൻ ഭരണരീതി ഫ്രാൻസ് കടങ്ങേണ്ടത് അമേരിക്കയിൽ നിന്നാണ് അല്ലെ. അതിന്റെ സ്മരണയ്ക്കായിട്ട് അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന്റെ 100-ാം വാർഷികത്തിൽ ഫ്രാൻസ് എന്ത് ചെയ്തു? സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയ്ക്ക് സമ്മാനിച്ചു. ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ശില്പി എന്ന് പറയുന്നത് ഗുസ്താവ ഈഫലും. അമേരിക്കയുടെ ഭരണഘടനാ സമ്മേളനം ആദ്യയോഗം നടന്നത് 1783 ഫിലാഡൽഫിയയിൽ വെച്ച് ഭരണഘടന തയ്യാറാക്കുവാൻ ജെയിംസ് മാഡിസനെ ചുമതലപ്പെടുത്തി. അതുകൊണ്ട് ജെയിംസ് മാഡിസനെ അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് അല്ലെങ്കിൽ അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി എന്ന് വിളിക്കുന്നു. ഭരണഘടന തയ്യാറാക്കിയത് അഥവാ ഒപ്പുവെച്ചത് 1787 സെപ്റ്റംബർ മാസം 17-ാം തീയതി. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 17-നെ അമേരിക്കയുടെ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നു. ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് 1789-ലായിരുന്നു. ലോകത്തെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് അമേരിക്കൻ ഭരണഘടന തന്നെ. അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ, അദ്ദേഹത്തെ അമേരിക്കയുടെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ പ്രസിഡന്റ് ജോൺ ആഡംസ് ആണ്. ജോൺ ആഡംസിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് മറ്റൊരു പേരിലാണ്. എന്താണ്? അമേരിക്കൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവ്. ഇദ്ദേഹമാണ് ബോസ്റ്റൺ ടീ പാർട്ടിക്ക് നേതൃത്വം നൽകിയത്, മനസ്സിലുണ്ടാവട്ടെ. മൂന്നാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് തോമസ് ജെഫേഴ്സൺ, അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയ രണ്ടുപേരിൽ ഒരാൾ. നാലാമത്തെ പ്രസിഡന്റ് ജെയിംസ് മാഡിസൺ, അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത് അങ്കിൾ സാം എന്ന വ്യക്തിത്വമാണ്. അത് മനുഷ്യനാണെന്ന് പറയാറുണ്ട്. അമേരിക്ക ആഭ്യന്തര യുദ്ധം അടിമത്ത സമ്പ്രദായത്തിനെതിരെയായിരുന്നു 1861 മുതൽ 65 വരെ. അടിമത്തം നിരോധിച്ച അമേരിക്കയിലെ വടക്കൻ സംസ്ഥാനങ്ങൾ സ്വതന്ത്രമെന്നറിയപ്പെട്ടു. ഇവിടുത്തെ നിവാസികൾ റെഡ് ഇന്ത്യക്കാരായിരുന്നു. അവര് തന്നെയാണ് ജീവിക്കുക. അതുകൊണ്ട് അവിടെ അടിമത്ത സമ്പ്രദായമില്ല, എല്ലാവരും തുല്യരാണ്. അടിമകളുടെ സേവനം ആവശ്യമായിരുന്ന തെക്കൻ സംസ്ഥാനങ്ങൾ അടിമമണ്ണെന്നറിയപ്പെട്ടു. ഇവിടുത്തെ നിവാസികൾ തീർത്ഥാടക പിതാക്കന്മാർ. അവരെ ആരെയാണ് അടിമയാക്കിയിരുന്നത്? റെഡ് ഇന്ത്യക്കാരെ. അടിമത്തം നിരോധിച്ചത് 1863 ജനുവരി 1-ന് വിമോചന പ്രഖ്യാപനത്തിലൂടെ. അതൊരു പ്രഖ്യാപനം മാത്രമായിരുന്നു, നിയമത്തിന്റെ അടിസ്ഥാനമില്ല. ആരാണ് പ്രഖ്യാപിക്കുക? എബ്രഹാം ലിങ്കൺ. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അടിമത്തം തുടച്ചു നീക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് 1865-ൽ അടിമ കച്ചവടം നിരോധിച്ചു. എങ്ങനെ? ഭരണഘടനാ ഭേദഗതിയിലൂടെ, നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ. എബ്രഹാം ലിങ്കൺ തന്നെയാണ്. അതുകൊണ്ട് എബ്രഹാം ലിങ്കണെ മഹാനായ വിമോചകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. എബ്രഹാം ലിങ്കണെ കുറിച്ച് വളരെ പെട്ടെന്ന് നമുക്ക് റിവിഷൻ ചെയ്ത് അവസാനിപ്പിക്കാം. എബ്രഹാം ലിങ്കൺ 16-ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ്, റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായ ആദ്യ പ്രസിഡന്റ്. ഇദ്ദേഹമാണ് ജനാധിപത്യത്തിന്റെ നിർവചനം നമുക്ക് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ 1863 ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിൽ നിന്ന്. ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ. വധിക്കപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ ആയിരുന്നു. അദ്ദേഹത്തെ വധിച്ചത് ജോൺ വിലിക്സ് ബൂത്ത് ആയിരുന്നു. 1865 ഏപ്രിൽ 14-ന് ഫോർട്സ് തിയേറ്ററിൽ അവർ അമേരിക്കൻ കസൻ എന്ന നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എബ്രഹാം ലിങ്കന്റെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത് സ്പ്രിംഗ്ഫീൽഡ് ആയിരുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് പിന്നീട് ലോകത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് നമ്മൾ പറയുന്നു. പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. ഒന്ന്, പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് പ്രചാരണം നൽകി. ഏറ്റവും പ്രധാനമായും ഫ്രഞ്ച് വിപ്ലവത്തിന്. റിപ്പബ്ലിക്കൻ ഭരണരീതി ആദ്യമായി ഏർപ്പെടുത്തിയത് അമേരിക്കയാണ്. എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് അമേരിക്കയാണ്. ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് സമ്മാനിച്ചതും അമേരിക്ക തന്നെ. വിദേശ നയം ട്രൂമാൻ ഡോക്ട്രിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. 1947-ൽ 2-ാം ലോക മഹായുദ്ധാനന്തരമാണ് ആരംഭിക്കുക. ഈ ട്രൂമാൻ ഡോക്ട്രിൻ എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനം, ഉദ്ദേശ ലക്ഷ്യം കമ്മ്യൂണിസത്തിന്റെ വ്യാപനം തടയൽ എന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതോടുകൂടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം കൂടെ അവസാനിച്ചു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫ്രഞ്ച് വിപ്ലവമായിട്ട് എത്തിച്ചേരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കൃത്യമായി പഠിച്ചു വരിക. അടുത്ത ക്ലാസ്സിൽ കാണാം.